അള്ളാഹു ഉദ്ദേശിച്ചാൽ ഏത് കൊട്ടാരങ്ങൾക്കുള്ളിലും ഏത് അടച്ചുകെട്ടിയ കോട്ടകൾക്കുള്ളിലും ഹിദായത്തിന്റെ വെളിച്ചമെത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചില്ലേ, അവൻ ഹിദായത്തിന്റെ നടുവിൽ ജീവിച്ചാലും ഹിദായത്തിന്റെ ആളുകളുടെ നടുവിൽ ജീവിച്ചാലും അവന് ഹിദായത്ത് കിട്ടുകയില്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിനോട് ഏറ്റവും ശുക്ർ ചെയ്യേണ്ട നിഅമത്താണ് അവൻ ഇസ്ലാമിൽ നമ്മളെ മുസ്ലിങ്ങളാക്കി എന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها، ثم أما بعد. സഹോദരങ്ങളെ, അബസ വതവല്ല എന്ന സൂറത്തിന്റെ തഫ്സീറാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ഇൻഷാ അല്ലാഹ്. ഈ സൂറത്ത് മക്കിയായ സൂറത്തുകളിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മദീന ഹിജ്റക്ക് മുൻപ് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിൽ ഒന്നാണിത്. അബസ വതവല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അബസ വതവല്ല. അബസ എന്നാൽ മുഖം ചുളിച്ചു, നെറ്റി ചുളിച്ചു എന്നൊക്കെയാണ് ആബസ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. വതവല്ല, തിരിഞ്ഞുകളഞ്ഞു. അൻജാഅഹു, അവിടുത്തെ അരികിൽ വന്നതിനാൽ. അൽ അഅമ, അഅമ വന്നതിനാൽ. അഅമ എന്നാൽ എന്താണ്? കണ്ണു കാണാത്ത ആൾ, അന്ധനായ ആൾ എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹു പറഞ്ഞല്ലോ സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ. അവിടെ ഉമ്യ എന്ന് പറഞ്ഞാൽ കണ്ണു കാണാത്ത ആളുകൾ. അൻജാഅഹുൽ അഅമ, അന്ധൻ അദ്ദേഹത്തിന്റെ അരികിൽ വന്നതിനാൽ. അബസ, അവിടുന്ന് മുഖം തിരിച്ചു കളഞ്ഞു. വതവല്ല, തിരിഞ്ഞു കളഞ്ഞു. മുഖം ചുളിച്ചു കളഞ്ഞു, തിരിഞ്ഞു കളഞ്ഞു. വമാ യുദ്രീക, നിനക്കെന്തറിയാം? ലഅല്ലഹു യസ്സക്ക. ലഅല്ലഹു, ലഅല്ലഹു, ഈ വന്ന അഅമ അദ്ദേഹമായേക്കാം യസ്സക്ക. യസ്സക്ക എന്ന് പറഞ്ഞാൽ അദ്ദേഹം തസ്കിയത്ത് കൈവരിച്ചേക്കാം, സ്വയം തെറ്റുകളിൽ നിന്ന് ശുദ്ധിയായി അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിലേക്ക് എത്തുന്ന നല്ല ശുദ്ധിയുള്ള ആളായേക്കാം. ഔ യദ്ദക്കർ, അല്ലെങ്കിൽ ഈ അഅമ യദ്ദക്കറു, ചിന്തിച്ചേക്കാം. ഫതൻഫഅഹു ദിക്റ, അങ്ങനെ തൻഫഅഹു, ഈ അഅമക്ക് ഉപകാരപ്പെട്ടേക്കും അദ്ദിക്റ, അഥവാ ഉത്ബോധനം, ഈ ഖുർആൻ. അമ്മ മനിസ്തഗ്ന, അമ്മ എന്നാൽ മനിസ്തഗ്ന, ആരാണോ ഖിന നടിച്ചത്, സ്വയം മറ്റുള്ളവർ ആവശ്യമില്ലാത്ത, അള്ളാഹുവിനെ തനിക്ക് ആവശ്യമില്ല എന്ന നാട്യം നടിച്ചത്. ഫഅൻത, നീ ലഹു, അവനു വേണ്ടി തസദ്ദ, അവനു വേണ്ടി തയ്യാറായിരുന്നു. അമ്മ ആയ നല്ല ആളിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു. ഈ ഇസ്തിഗ്ന കാണിച്ചവന് നേരെ ഒരുങ്ങിയിരുന്നു. വമാ അലൈക, നിനക്കെന്താണ്? അല്ലാ യസ്സക്ക, അവൻ നന്നായില്ലെങ്കിൽ, അവൻ തസ്കിയത്ത് കൈവരിച്ചില്ലെങ്കിൽ നിനക്കെന്താണ്? വഅമ്മാ മൻ ജാഅക യസ്ആ, എന്നാൽ വഅമ്മ മൻ, ആരാണോ ജാഅക നിന്റെ അടുത്ത് വന്നത്, യസ്ആ, യസ്ആ എന്നാൽ അധ്വാനിച്ചു വന്നത്, ബുദ്ധിമുട്ടി നിന്റെ അടുത്തേക്ക് വന്നത് അന്ധനായ ആൾ. വഹുവ യഖ്ഷ, ആ അഅമ യഖ്ഷ, ഭയപ്പെടുന്നു അല്ലാഹുവിനെ. ഫഅൻത അൻഹു തലഹ, എന്നാൽ ഫഅൻത, നീ അൻഹു, ഈ അമയിൽ നിന്ന്, തലഹ അഥവാ
അശ്രദ്ധനായിരിക്കുന്നു, നോക്കാതിരിക്കുന്നു. ഇത്രയും ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുത്തിക്കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നു. ഇതാണ് അബസ വ തവല്ല. പൊതുവെ ആളുകൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലം, സബബ് അൻ-നുസൂൽ, ഇറങ്ങാനുള്ള കാരണം. ഇത്ര ആയത്തുകളൊന്ന് ഓതിയതിനു ശേഷം ബാക്കി പറയാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. عبس وتولى أن جاءه الأعمى وما يدريك لعله يزكى أو يذكر فتنفعه الذكرى أما من استغنى فأنت له تصدى وما عليك ألا يزكى وأما من جاءك يسعى وهو يخشى فأنت عنه تلهى. അല്ലാമ ഇബ്ൻ കസീർ റഹിമഹുല്ലാഹ് ഈ സൂറത്തിന്റെ തഫ്സീറിൽ തുടക്കത്തിൽ പറഞ്ഞു, ذكر غير واحد من المفسرين, മുൻഗാമികളായ ഖുർആൻ മുഫസ്സിറുകളിൽ ഒന്നിലധികം ആളുകൾ പറഞ്ഞു, ഉദ്ധരിച്ചു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന, അവിടുന്ന് ആയിരുന്നു, യൗമൻ, ഒരു ദിവസം, യുഖാതിബു ബഅദ ഉളമാഇ ഖുറൈശ്, യുഖാതിബു ബഅദ ഉളമാഅ ഖുറൈശ്, ബഅദ ഉളമാഇ ഖുറൈശ്, ഖുറൈശികളിലെ ചില അലീമുകളായ ആളുകളെ, അഥവാ ഖുറൈശികളിൽ നേതാക്കന്മാരായ ചില ആളുകളുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയായിരുന്നു ഒരു ദിവസം. വഖദ് തമിഅ ഫി ഇസ്ലാമിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ അവർ മുസ്ലിമായെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത്. ഒരു വലിയ ആളുകളാണ്, നേതാക്കന്മാരായ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നാൽ സ്വാഭാവികമായി ഇസ്ലാമിന് ഇസ്സത്ത് ഉണ്ടാകും. അവരുടെ ആളുകളും ഇസ്ലാമിലേക്ക് വരുന്നതിലൂടെ അവരുടെ അനുയായികൾ ഇസ്ലാമിനെ കുറിച്ച് ആലോചിക്കാൻ അത് കാരണമാകും. ഈ വക കാര്യങ്ങൾ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആരോടാണ് സംസാരിക്കുന്നത്, അയാളുടെ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു, പ്രതീക്ഷിച്ചു, എന്നിട്ടാണ് ഈ നേതാവിനോട് സംസാരിക്കുന്നത്. ചില റിവായത്തുകളിൽ ഇത് ഒന്നിലധികം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് വന്നിട്ടുണ്ട്. ഫബൈനമാ ഹുവ യുഖാതിബുഹു വയുനാജീഹ്, ഈ ഖുറൈശികളിലെ അളീമായ ആളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു കൊണ്ടിരിക്കെ, സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കെ, ഇദ് അഖ്ബല ഇബ്നു ഉമ്മി മക്തൂം, അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് വന്നു. കാന മിമ്മൻ അസ്ലമ ഖദീമ, അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം ആകട്ടെ വളരെ നേരത്തെ മുസ്ലിമായ ആളാണ്. ഫജഅല യസ്അലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ചോദിക്കാൻ തുടങ്ങി. അവിടത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര കാര്യമായി ഗൗരവത്തിൽ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന കാര്യം അറിയില്ലല്ലോ, അന്ധനായ അമ്മ അയാളാണ്. അങ്ങനെ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. വയുലിഹു അലൈഹി, നബിയോട് ഇങ്ങനെ അറിയാനുള്ള താല്പര്യത്തിൽ ആവർത്തിച്ച് ചോദിക്കുന്ന നിലക്ക് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. വവദ്ദൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം,
ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആശിച്ചുപോയി, ലൗ കഫ സാഅതഹു തിൽക, ആ സമയം ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം ഉണ്ടാതിരുന്നെങ്കിൽ, ഇപ്പൊ ചോദിക്കാതിരുന്നെങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു പോയി. ഇത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആഗ്രഹിച്ചു പോയി. ലിയതമക്കന മിൻ മുഖാതബതി ദാലിക അർറജുൽ, എന്തിനു വേണ്ടിയാണ്? ഈ ആരോടാണോ സംസാരിക്കുന്നത്, ഈ അളീമായ ആൾ, അയാളോട് നല്ല സൗകര്യത്തിൽ സംസാരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം ഇപ്പോ ഉണ്ടാതിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുകയും, തമഅൻ വറഗ്ബതൻ ഫീ ഹിദായതിഹി, എന്തിനാണ് തമഅൻ വറഗ്ബതൻ ഫീ ഹിദായതിഹി? ഈ മുശ്രിക്കായ അളീമായ ഇയാൾ, അഥവാ ഖുറൈശികളിലെ അളീമായ ഇയാൾ മുസ്ലിമായെങ്കിൽ എന്ന അതിയായ ആഗ്രഹത്താലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കാണിച്ചത്. കാരണം അതിനു പിന്നിൽ ഒരുപാട് മസ്ലഹ, നല്ല കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്ദേശത്തിലുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ. ഇബ്നു ഉമ്മി മക്തൂം ചോദ്യം തുടർന്നപ്പോൾ വഅബസ ഫീ വജ്ഹി ഇബ്നു ഉമ്മി മക്തൂം വഅഅറദ അൻഹു, സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മി മക്തൂമിന്റെ മുഖത്ത് നോക്കി അവിടുത്തെ നെറ്റി ചുളിക്കുകയും വഅഅറദ അൻഹു, ഉമ്മി മക്തൂമിൽ നിന്ന് തിരിഞ്ഞു കളയുകയും ചെയ്തു, മുഖം തിരിക്കുകയും ചെയ്തു. വഅഖ്ബല അലൽ ആഖർ, മറ്റേ ആളെ തന്നെ ശ്രദ്ധിച്ച്, ആരോടാണ് ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത്? അയാളോട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു കൊണ്ടിരുന്നു. ഫഅൻസലല്ലാഹു അസ്സ വജൽ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്തുകൾ ഇറക്കുകയാണ്. അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ ഔ യദ്ദക്കറു ഫതൻഫഅഹു الذിക്റാ എന്ന് തുടങ്ങിയ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിക്കുകയാണ്. ഇതാണ് ഈ സംഭവത്തിന്റെ സബബ് അൻ-നുസൂൽ, ഇറങ്ങാനുള്ള പശ്ചാത്തലം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഈ സംഭവം റിവായത്ത് ചെയ്യുന്നതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. സഹാബത്ത് മദീനയിലായിരുന്ന സഹാബത്ത് മക്കയിലെ സംഭവങ്ങൾ റിവായത്ത് ചെയ്യുക എന്നത് സ്വാഭാവികമാണ്. കാരണം അതിന് മുർസൽ എന്നാണ് പറയുക. മദീനയിലുള്ള സഹാബത്ത്, മക്കയിൽ ഇല്ലാതിരുന്ന സഹാബത്ത് മക്കയിൽ പണ്ട് നടന്ന സംഭവങ്ങൾ റിവായത്ത് ചെയ്താൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നുകിൽ ആ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആ സംഭവം പിന്നീട് കേട്ടറിയുകയും, അല്ലെങ്കിൽ മറ്റു മുതിർന്ന സഹാബത്തിൽ നിന്ന് ആ സംഭവം കേട്ടറിയുകയും എന്നിട്ട് റിവായത്ത് ചെയ്യുകയും ചെയ്തു എന്നാണ്. ഇതിനാണ് സഹാബിമാരുടെ മുർസൽ എന്ന് പറയുന്നത്. സഹാബിമാരുടെ മുർസലായ റിവായത്തുകൾ. സഹാബത്തിന്റെ മുർസൽ ഹുജ്ജത്താണ്, തെളിവാണ്. മറാസിലു സഹാബ ഹുജ്ജ, സഹാബത്ത് അങ്ങനെ റിവായത്ത് ചെയ്താൽ അത് തെളിവാണ്. കാരണം അസ്സഹാബത്തു കുല്ലുഹും അദൂലുൻ, സഹാബത്തെല്ലാം നീതിമാന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല റളിയല്ലാഹു അൻഹും വറദു അൻഹു, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടു എന്ന് അല്ലാഹു സാക്ഷ്യപ്പെടുത്തിയ ആളുകളാണ്. എന്നാൽ അവർക്ക് ശേഷമുള്ള ആളുകൾ, താബിഈകൾ, തബഉ താബിഈകൾ, ഇവരുടേതൊന്നും മുർസലുകൾ ഹുജ്ജത്തല്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരെ റിവായത്ത് ചെയ്താൽ, സഹാബിയെ ഒഴിവാക്കിയാൽ അത് ഹുജ്ജത്തല്ല, തെളിവായി സ്വീകരിക്കുകയില്ല. ആ സഹാബി ആരാണെന്ന് അറിയുന്നത് വരേക്കും. ഇങ്ങനെ അനസ് റളിയല്ലാഹു അൻഹു ഈ സംഭവം റിവായത്ത് ചെയ്തുകൊണ്ട് പറയുകയാണ്, ഫകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ ദാലിക യുക്രിമുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനു ശേഷം ഇബ്നു ഉമ്മി മക്തൂമിനെ റസൂൽ ആദരിക്കാറുണ്ടായിരുന്നു. നല്ല ഇക്റാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമ്മി മക്തൂമിന് കൊടുക്കാറുണ്ടായിരുന്നു. മാത്രമല്ല അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റഅയ്തുഹു യൗമൽ ഖാദിസിയ്യ വഅലൈഹി ദിർഉൻ വമഅഹു റായത്തുൻ സൗദാ, അന്ധനായിട്ട് കൂടി ഖാദിസിയ യുദ്ധത്തിൽ ഇസ്ലാമിന്റെ പതാക പിടിച്ച് പടച്ചട്ടയണിഞ്ഞ് ഇബ്നു ഉമ്മി മക്തൂമിനെ ഞാൻ കണ്ടിരുന്നു. ഖാദിസിയ എന്നത് പ്രസിദ്ധമായ യുദ്ധമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷമാണ് ആ യുദ്ധം നടന്നത്. പേർഷ്യക്കാരുമായി, ഫാരിസുകളുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് നടത്തിയ ധീരമായ യുദ്ധമാണത്.
സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ ജയ്ഷിന്റെ തലവൻ, ആ സൈന്യത്തിന്റെ സൈന്യാധിപൻ. മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉജ്ജ്വലമായ വിജയം അതിൽ നൽകി. പേർഷ്യക്കാർ, ലക്ഷക്കണക്കിനുണ്ടായിരുന്ന പേർഷ്യക്കാർ, അവരുടെ എണ്ണത്തിന്റെ പകുതി പോലുമില്ലാത്ത മുസ്ലിമീങ്ങൾ തോൽപ്പിച്ചു. റുസ്തം എന്നു പേരുള്ള നേതാവായിരുന്നു ആ സമയത്ത് പേർഷ്യയുടെ അവരുടെ സൈന്യത്തിന്റെ തലവൻ റുസ്തം. ഇങ്ങനെ നടന്ന യുദ്ധമാണ് ഖാദിസിയ്യ. അതിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനെ ഞാൻ കണ്ടിരുന്നു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ഇതാണ് സംഭവം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അബസ വതവല്ല عبس وتولى أن جاءه الأعمى وما يدريك لعله يزكى. رسول الله صلى الله عليه وسلم മുഖം ചുളിച്ചു, തിരിഞ്ഞു കളഞ്ഞു. അൻ ജാഅഹു الأعمى, അഅമ വന്നതിന് അഥവാ അന്ധനായ ഇബ്നു ഉമ്മി മക്തൂം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നതിന്. വമാ യുദ്രീക, നിനക്കെന്തറിയാം. മാ അദ്റാക എന്ന് പറയുന്നതിന് വേണ്ടിയാണ് വമാ യുദ്രീക, നിനക്കറിയുമോ, അല്ലെങ്കിൽ നിനക്കെന്തറിയാം. ലഅല്ലഹു യസ്സക്ക, അദ്ദേഹം അഅമ യസ്സക്ക അഥവാ അയഹ്സുലു ലഹു സകാതൻ വതഹാറതൻ ഫീ നഫ്സിഹി. യസ്സക്ക എന്ന് പറഞ്ഞാൽ അവിടുന്ന് സകാത്ത്, ഇവിടെ സകാത്തിന്റെ അർത്ഥം ശുദ്ധിയാവുക, സ്വയം ശുദ്ധിയാവുക. ഖൽബ് എല്ലാവിധ തെറ്റായ കാര്യങ്ങളിൽ നിന്നും ശുദ്ധിയായേക്കാം ആരുടേത്, ഈ വന്ന അഅമ ആയ ആളുടേത്. ഔ അല്ലെങ്കിൽ യദ്ദക്കറു, അദ്ദേഹം യദ്ദക്കറു, ഇദ്ദക്കറ എന്ന വാക്കിൽ നിന്നാണ്, അതിന്റെ മുദാരിയാണ് യദ്ദക്കറു. ഫതൻഫഉഹു ദിക്റ, അവിടുന്ന് അദ്ദേഹം ദിക്ർ ഉൾക്കൊള്ളുകയും ആ ദിക്ർ അദ്ദേഹത്തിന് പ്രയോജനപ്പെടുകയും ചെയ്തേക്കാം. ഐ യഹ്സുലു ലഹു ഇത്തിആദുൻ വൻസിജാറുൻ അനിൽ മഹാരിം. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു, അദ്ദേഹം സ്വയം വഅദ് ഉൾക്കൊള്ളുകയും എന്നിട്ട് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകുകയും ചെയ്തേക്കാം. അതാണ് ദിക്റ ഉപകാരപ്പെടുക എന്ന് പറഞ്ഞാൽ. അള്ളാഹു പറഞ്ഞു, നീ ഉത്ബോധിപ്പിക്കുക. ഓർമ്മപ്പെടുത്തൽ അത് മുഅ്മിനുകൾക്ക് പ്രയോജനപ്പെടും, മുഅ്മിനുകൾക്കത് പ്രയോജനപ്പെടും ഓർമ്മപ്പെടുത്തൽ. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറഞ്ഞാലും ഖബറിന്റെ കാര്യം ഒരു തവണ കേട്ട മുഅ്മിനായാലും പിന്നീട് അവൻ കേൾക്കുമ്പോൾ അവന് ഈമാനികമായ ഒരു നശാത്ത് ഉണ്ടാകുന്നത്, ഒരു ഉന്മേഷം ഉണ്ടാകുന്നത്. വീണ്ടും വീണ്ടും അള്ളാഹുവിന്റെ കലാം കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും അത് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. ഈമാനിന്റെ ലക്ഷണമാണത്. ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. ഇതാണ് ഈ അഅമയുടെ അവസ്ഥ. എന്നാൽ അമ്മാ മനിസ്തഗ്ന, അമ്മാ മനിസ്തഗ്ന, ആരാണോ ഇസ്തിഗ്ന കാണിച്ചത്, അഥവാ അവൻ ഖനിയാണെന്ന് നടിച്ചത്. ഖനി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ആശ്രയം ആവശ്യമില്ലാത്ത ധനികൻ. നല്ല ഇസ്തിഗ്നാഉമുണ്ട്, മോശം ഇസ്തിഗ്നാഉമുണ്ട്. ഇസ്തിഗ്നാ രണ്ടെണ്ണമുണ്ട്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ച ഇസ്തിഗ്നാ ആണ്. അതെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ യസ്തഗ്നി യുഗ്നിഹില്ലാഹ് വമൻ യസ്തഈഫ യുഈഫഹുല്ലാഹ്. ആരാണോ ഖിന നടിച്ചത്, അഥവാ സമ്പന്നത ഒരുവൻ നടിച്ചു, എനിക്ക് ആവശ്യമുള്ള പൈസ ഒക്കെ എന്റെ കയ്യിലുണ്ട് എന്നൊരുവൻ നടിച്ചു, യഥാർത്ഥത്തിൽ അവന്റെ പക്കൽ അങ്ങനെ ഇല്ല. പണക്കാരനാണെന്ന് പൊങ്ങച്ച നടിക്കുന്ന കാര്യമല്ല ഈ പറഞ്ഞത്, അത് പണക്കാർ ചെയ്യുന്ന കാര്യമാണ്. അതല്ല, ഒരാളുടെ കയ്യിൽ അവന് അത്രയൊന്നുമില്ലെങ്കിലും അവൻ ആളുകളോട് ചോദിക്കാതെ ആളുകളുടെ മുന്നിൽ എനിക്കാരുടെ ആവശ്യമില്ല എന്ന തരത്തിൽ ജീവിച്ചു. അവൻ അള്ളാഹിന്റെ ഫദ്ലിൽ നിന്ന് ചോദിച്ചു, അള്ളാഹിനോട് മാത്രം ചോദിച്ചു. അങ്ങനെ ഒരുവൻ ജീവിക്കാൻ തീരുമാനിച്ചാൽ, അങ്ങനെ ഒരുവൻ ശ്രമിച്ചാൽ, യുഗ്നിഹില്ലാഹ്, അള്ളാഹു അവന് ഖിന നൽകും, അള്ളാഹു അവന് സമ്പന്നത നൽകും. മയസ്തഈഫ യുഈഫഹുല്ലാഹ്, ആരെങ്കിലും ചോദിക്കാതെ ജീവിക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു അവന് ചോദിക്കണ്ടാത്ത അവസ്ഥ കൊടുക്കും. നേരെ തിരിച്ചാണ് ചോദിച്ചവന്റെ അവസ്ഥ. വമാ ഫതഹ അഹദുൻ ബാബ മസ്അലത്തിൻ ഇല്ലാ ഫതഹല്ലാഹു ലഹു ബാബ ഫഖ്റിൻ. ആരാണോ ചോദ്യത്തിന്റെ വാതിൽ തുറന്നത്, അള്ളാഹു അവന് ദാരിദ്ര്യത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കും. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി, അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുക, ആളുകളോട് ചോദിക്കാതിരിക്കുക, ആളുകളോട് ചോദിക്കാതിരിക്കുക. അങ്ങേറ്റം ബുദ്ധിമുട്ടിയാലല്ലാതെ. അല്ല,
ഒരാൾ അങ്ങനെ ശ്രമിച്ചാൽ അള്ളാഹു അവൻ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കും. ആളുകളോട് ചോദിക്കണ്ടാത്ത അവസ്ഥ വരുത്തും. അള്ളാഹു നമുക്ക് ആ ഗിനയും ഐഫത്തും മരണം വരേക്കും നിലനിർത്തി തരുമാറാകട്ടെ. അതാണ് നല്ല ഇസ്തിഗ്ന. എന്നാൽ തെറ്റായ ഇസ്തിഗ്ന എന്താ? അത് അവന് ആവശ്യമില്ലാന്ന് നടിക്കലാണ് ഇസ്തിഗ്ന. പക്ഷെ അത് അവൻ അള്ളാഹുവിനെ തന്നെ എനിക്ക് ആവശ്യമില്ല, ഞാൻ സ്വയം മതിയായവനാണ് എന്ന നാട്യത്തോടെ അവൻ ജീവിച്ചു. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാത്ത ആളുകൾ, പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾ ഈ തരത്തിലാണ്. ഖിയാമത്ത് നാളിനെ നിഷേധിക്കുന്ന ഒരുവൻ അവൻ എത്ര വിനയമുള്ളവനാണെന്ന് സ്വയം അവകാശപ്പെട്ടാലും നടിച്ചാലും അവൻ യഥാർത്ഥത്തിൽ അഹങ്കാരിയാണ്, മുതകബ്ബിറൻ, പരലോകത്തിൽ വിശ്വസിക്കാത്തവൻ. അള്ളാഹു പറയും അങ്ങനെയുള്ളവനാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ളവനെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ആരാണോ ഖനിയാണെന്ന് നടിച്ചത്, അഥവാ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു അമ്മൽ ഖനിയു, എന്നാൽ ഖനിയായവൻ മാത്രമല്ല ഈ പറയുന്നവൻ പണക്കാരനും കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നവൻ ആ അർത്ഥത്തിലും ഖനിയാണ്, പണക്കാരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു കൊണ്ടിരുന്നവൻ പണക്കാരനാണല്ലോ നേതാവാകുക. പണ്ടൊരു കവി പാടിയതുപോലെ മുത്തനബി എന്ന് പറഞ്ഞൊരു കവിയുണ്ട്. അയാൾ ഇടക്കാലത്ത് നബിയാണെന്ന് വായിച്ചിരുന്നു. അയാളാണ് മുത്തനബി എന്ന് പേര് വന്നത്. അബു തയ്യിബ് അൽ മുത്തനബി. അയാൾ പാടിയിരുന്നു വലാ മജ്ദ ഫി ദുനിയ ലിമൻ ഖല്ല മാലുഹു വലാ മാലുൻ ഫി ദുനിയ ലിമൻ ഖല്ല മജ്ദുഹു. ആർക്കാണോ പൈസ കുറഞ്ഞത് ഓന് സ്ഥാനമില്ല, സ്ഥാനം കുറഞ്ഞവന് പൈസയില്ല എന്ന് പാടിയതുപോലെയാണ്. പൊതുവെ അങ്ങനെ ആയിരിക്കും. അലീം എന്ന് പറഞ്ഞാൽ അവൻ ഖനിയായിരിക്കും. അപ്പൊ ഈ ഖനി അവൻ ആകട്ടെ ഖിന നടിക്കുകയും ചെയ്യുന്നു. അല്ലാഹു അലം. ഫഅൻത ലഹു തസദ്ദ, ഫഅൻത ലഹു നീ അവനു വേണ്ടി, ഫഅൻത നീ ലഹു അവനു വേണ്ടി തസദ്ദ. തസദ്ദ എന്ന് പറഞ്ഞാൽ ഫഅൻത തതഅറദു ലഹു ലഅല്ലഹു യഹ്തദി. തതഅറദു ലഹു നീ അവനു വേണ്ടി നിന്നെ ഒന്നാകെ കാട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന് നേക്ക് തിരിഞ്ഞ് നീ ഇരുന്നിരിക്കുന്നു, അവൻ ഹിദായത്തിലായേക്കാൻ വേണ്ടി. വമ്മാ മൻ ഇസ്തഗ്ന ഫഅൻത ലഹു തസദ്ദ. അല്ലാഹു ചോദിക്കുന്നു വമാ അലൈക അല്ലാ യസ്സക്ക, വമാ അലൈക അല്ലാ യസ്സക്ക എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ പറഞ്ഞു ഐ മാ അൻത ബിമുതാലബിൻ ബിഹി ഇദാ ലം യഹ്സുൽ ലഹു സക്കാ. മാ അൻത ബിമുതാലബ്, നീ എന്നോടാരും ആവശ്യപ്പെട്ടിട്ടില്ല. ഇദാ ലം യഹ്സുൽ ലഹു സക്കാ, അവൻ ശുദ്ധിയാകാൻ സ്വയം നന്നാകാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നിന്നെ അത് ഏൽപ്പിച്ചിട്ടില്ല, അള്ളാഹു നിന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇന്ന അലൈക ഇല്ലൽ ബലാഗ്, അള്ളാഹു ഖുർആനിൽ പറഞ്ഞല്ലോ നിനക്ക് ബലാഗ് മാത്രമേ നിന്റെ ബാധ്യതയുള്ളൂ, അഥവാ എത്തിച്ചു കൊടുക്കൽ മാത്രം. അവർ നന്നാവാത്തതിന് അള്ളാഹു സുബ്ഹാനഹു തആല നിന്നെ ശിക്ഷിക്കുകയില്ല. അതാണ് അള്ളാഹു പല ആയത്തുകളിലും പറഞ്ഞിട്ടുള്ളത്. അവർ നന്നാകാത്തതിന്റെ പേരിൽ ഫലഅല്ലക ബാഖിഉൻ നഫ്സക, നീ നിന്റെ ശരീരം തന്നെ, ജീവൻ തന്നെ നശിപ്പിച്ചേക്കാം ദുഃഖം കൊണ്ട്. അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസം ഉണ്ടായിരുന്നു. അവിടുന്ന് ആളുകൾ ഹിദായത്തിലാകാൻ അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അത് പരിധി വിടരുന്നെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. വമാ അലൈക അല്ലാ യസ്സക്ക, അവൻ നന്നായില്ലെങ്കിൽ നബിയെ താങ്കൾക്ക് എന്താണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നു. വമാ അലൈക അല്ലാ യസ്സക്ക വഅമ്മാ മൻ ജാഅക യസ്ആ. എന്നിട്ട് അള്ളാഹു പറയുന്നു വഅമ്മാ മൻ ജാഅക യസ്ആ. വഅമ്മ എന്നാൽ മൻ ആരാണോ ജാഅക നിന്റെ അരികിലേക്ക് വന്നത്, യസ്ആ, സഅ എന്ന വാക്കിന്റെ മുദാരിയാണ് യസ്ആ, അഥവാ ബുദ്ധിമുട്ടി വരിക എന്നാണ് ഇവിടെ അർത്ഥം. വഅമ്മാ മൻ ജാഅക യസ്ആ വഹുവ യഖ്ശ. വഅമ്മാ മൻ ജാഅക യസ്ആ വഹുവ യഖ്ശ, അദ്ദേഹമായിരിക്ക. യഖ്ശ, യഖ്ശ എന്നാൽ ഭയപ്പെട്ടുകൊണ്ട്, ഖശിയ എന്നതിന്റെ മുദാരിയാണ് യഖ്ശ. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം ഭയപ്പെട്ടുകൊണ്ട് അധ്വാനിച്ച് ബുദ്ധിമുട്ടി നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. അയഖ്സിദുക വയഉമ്മുക ലിയഹ്തദിയ ബിമാ തഖൂലു ലഹു. ഇബ്നു ഉമ്മി മക്തൂം താങ്കളെ ഉദ്ദേശിച്ച് താങ്കൾക്ക് നേരെ വന്നിരിക്കുന്നു, താങ്കൾ പറയുന്നത് കേട്ട് ആ വഴിയിലൂടെ നടക്കുവാൻ. മറ്റവനോ അവൻ
താങ്കൾ പറയുന്ന വഴിയിലൂടെ നടക്കുമോ എന്ന് താങ്കൾ ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് അവനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹമാകട്ടെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ പറയുന്നത് അത് കേൾക്കാൻ, അത് പകർത്താൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. മറ്റേളങ്ങനെയല്ല, നേരെ തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നെങ്കിലെന്ന് ആഗ്രഹിക്കുകയാണ്. അമ്മാ മൻ ജാഅക യസ്ആ വഹുവ യഖ്ശാ ഫഅൻത അൻഹു തലഹാ. അല്ലാഹു പറയുന്നു ഫഅൻത അൻഹു തലഹാ. ഫഅൻത താങ്കളാകട്ടെ അൻഹു അദ്ദേഹത്തിൽ നിന്ന് തലഹ. തലഹ എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ പറയുന്നു ഐ തതശാഗൽ, ശുഗുലായിരിക്കുന്നു. ഇബ്നു ഉമ്മി മക്തൂമിനെ ശ്രദ്ധിക്കാതെ താങ്കൾ ശുഗുലായിരിക്കുന്നു, വേറെ പണിയിലാണ്. എന്താണ് ഈ അലീമു ഖുറൈശ്, അലീമു മിൻ ഉലമാഇ ഖുറൈശ്, അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു വമിൻ ഹാഹുന, ഇതാ ഇവിടെ വെച്ചാകുന്നു അമറല്ലാഹു അസ്സ വജല്ല റസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചത് അല്ലാ യഖുസ്സ ബിൽ ഇൻദാരി അഹദാ, ദീനിനെ കുറിച്ച് താക്കീത് ചെയ്യാൻ ഒരാളെ പ്രത്യേകമാക്കരുത് എന്ന്, ഒരാൾക്ക് മാത്രം എന്നാക്കരുതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വെച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നു. ബൽ മറിച്ച് എന്ത് ചെയ്യണം? യുസാവി, ഒരുപോലെയാക്കുക. താക്കീത്, ദീനിന്റെ താക്കീത് ചെയ്യുന്ന വിഷയത്തിൽ ഒരുപോലെ ആക്കാൻ അല്ലാഹു കൽപ്പിക്കുന്നു. ബൈന ശരീഫി വദ്ദഈഫ്, ബൈന ശരീഫി വദ്ദഈഫ്, ശരീഫായ ആളുകൾ അഥവാ സമൂഹത്തിൽ വലിയ സ്ഥാനവും ഉയർച്ചയും ഒക്കെ ഉള്ള, പണവും പത്രാസവും ഒക്കെ ഉള്ള ആളുകൾക്കും വദ്ദഈഫ്, സമൂഹത്തിലെ ദുർബലരായ ആളുകൾക്കും ഒരുപോലെ താക്കീത് ചെയ്യുവാൻ. വൽ ഫഖീരി വൽ ഗനി, പാവപ്പെട്ടവനും പണക്കാരനും, വസ്സാദതി വൽ അബീദ്, ഏമാന്മാരും അതുപോലെ അബീദുകളായ കീഴാളരായ അല്ലെങ്കിൽ അവരുടെ അടിമകളായിരുന്ന, പണ്ട് കാലത്ത് സയ്യിദും അബ്ദും ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ ഉടമകൾക്കും അടിമകൾക്കും ഒരുപോലെ നടത്താൻ. വൽറിജാലി വന്നിസാ, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും, വസ്സിഗാരി വൽ കിബാർ, കുട്ടികൾക്കും വലിയ ആളുകൾക്കും. സുമ്മല്ലാഹു യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി നടത്തുന്നതാണ്. എത്ര എത്ര സംഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഹിദായത്തിലാക്കാൻ ഉദ്ദേശിച്ച ആളുകൾ. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ പറഞ്ഞില്ലേ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. നീ നിനക്ക് ഇഷ്ടപ്പെടുന്നവരെ ഹിദായത്തിലാക്കാൻ നിനക്ക് സാധിക്കുകയില്ല, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുന്നു. ഹിദായത്ത് മുറ്റത്തുണ്ടായി, വീട്ടിലുണ്ടായി, വീട്ടിനകത്തുണ്ടായി സ്വീകരിക്കാൻ ഭാഗ്യമില്ലാതെ പോയ അബൂ താലിബുമാർ, എന്നാൽ ഹിദായത്ത് അന്വേഷിച്ച് നാടുകൾ താണ്ടി അടിമയാകേണ്ടി വന്നു, അവിടുന്ന് രക്ഷപ്പെടേണ്ടി വന്നു, ഓടി ഓടി വന്ന് ഹിദായത്ത് അന്വേഷിച്ചു വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുപ്പായം, ആ റസൂലുള്ളാഹിന്റെ പിന്നിൽ പിരടിയിലുണ്ടായിരുന്ന ഖാതമുൻ നുബുവ, പ്രവാചക മുദ്ര നോക്കാൻ വേണ്ടി വന്ന സൽമാനുൽ ഫാരിസിമാർ. സല്ലല്ലാഹു അലൈഹി വസല്ലം സൽമാനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ലൗ കാനൽ ഈമാനു ബിസുറയ്യ ലനാലഹു റജുലുൻ മിൻ ഹൗലാ, ഈമാൻ സുരയ്യ നക്ഷത്രത്തിന് മുകളിലായിരുന്നാലും ഇതാ ഇക്കൂട്ടർ അതുപോയി എടുത്തുകൊണ്ടുവരും. സൽമാനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ ദൂരം താണ്ടിയിട്ടാണ് ഹിദായത്ത് അന്വേഷിച്ച് വന്നിട്ടുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. പഴയ കിതാബുകളിൽ നിന്ന്, അത് പഠിച്ച ആളുകളിൽ നിന്ന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയിരുന്നു, റസൂലുള്ളാഹിന്റെ പിൻഭാഗത്ത് പുറത്ത് ഒരു ചെറിയ പക്ഷിയുടെ അത്രയും വലിപ്പമുള്ള പ്രവാചക മുദ്ര ഖാതമുൻ നുബുവത്ത് ഉണ്ടാകുമെന്ന്. അത് നോക്കുകയുണ്ടായി സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അത് നോക്കുകയാണെന്ന് തോന്നിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണിച്ചു കൊടുത്തു. അങ്ങനെ മുസ്ലിമാവുകയുണ്ടായി. എന്നാൽ അബൂ താലിബിനെ നോക്ക്, വീട്ടിലാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കഫാലത്തിന് കീഴിലാണ്, തന്റെ സംരക്ഷണത്തിന് കീഴിലാണ്. സ്വന്തം സഹോദരന്റെ മകനാണ്. ഹിദായത്ത് സ്വീകരിക്കാൻ ഭാഗ്യമുണ്ടായില്ല.
ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. അള്ളാഹു കാഫിറുകൾക്ക് ഉദാഹരണമായി പറയുന്നു രണ്ട് നബിമാരുടെ ഭാര്യമാരെ, ഇംറഅത ലൂത്തിൻ വഇംറഅത നൂഹ് ലൂത്ത് അലൈഹിം അസ്സലാത്തു വസ്സലാം. ഇവരുടെ ഭാര്യമാർ ഹിദായത്ത് സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല. ഹിദായത്തും കൊണ്ടുവന്ന റസൂൽ സ്വന്തം വിരിപ്പിൽ സ്വന്തം കിടപ്പറയിലുണ്ട്. ഹിദായത്ത് സ്വീകരിക്കാൻ പറ്റിയില്ല, അള്ളാഹുവിന്റെ ഹിദായത്ത് കിട്ടിയില്ല. ضرب الله مثلا للذين آمنوا امرأة فرعون. ഫിർഔന്റെ കോട്ടകൾക്കുള്ളിൽ, ഫിർഔന്റെ പട്ടാളങ്ങൾക്ക് നടുവിൽ, ഫിർഔന്റെ പീഡനങ്ങൾക്ക് നടുവിലായിട്ട് നോക്ക് ഹിദായത്ത് കിട്ടി. അള്ളാഹു ഈമാൻ നൽകിയിരിക്കുന്നു. إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. അവർ ദുആ ചെയ്തു, അല്ലാഹുവേ ഫിർഔനിൽ നിന്നും അവന്റെ അമലിൽ നിന്നും നീ എന്നെ രക്ഷിക്കണമേ, എന്നെ നീ ളാലിമുകളിൽ നിന്ന് രക്ഷിക്കണമേ, നീ നിന്റെ അരികിൽ ജന്നാത്തിൽ നീ എനിക്കൊരു ഭവനം പണിയണമേ എന്ന് അവർ ദുആ ചെയ്തു. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഏത് കൊട്ടാരങ്ങൾക്കുള്ളിലും ഏത് അടച്ചുകെട്ടിയ കോട്ടകൾക്കുള്ളിലും ഹിദായത്തിന്റെ വെളിച്ചമെത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചില്ലേ, അവൻ ഹിദായത്തിന്റെ നടുവിൽ ജീവിച്ചാലും, ഹിദായത്തിന്റെ ആളുകളുടെ നടുവിൽ ജീവിച്ചാലും അവന് ഹിദായത്ത് കിട്ടുകയില്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിനോട് ഏറ്റവും ശുക്ർ ചെയ്യേണ്ട നിഅമത്താണ് അവൻ ഇസ്ലാമിൽ നമ്മളെ മുസ്ലിങ്ങളാക്കി എന്നത്. അള്ളാഹുവിന് ചെയ്യേണ്ട ഏറ്റവും വലിയ ശുക്ർ അവൻ നമ്മളെ മുസ്ലിങ്ങളാക്കി എന്നതിനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സലാത്തുൽ ലൈലിൽ, രാത്രി നമസ്കാരങ്ങളിൽ ഈ ദുആഉൽ ഇഫ്തിതാഹായി അഥവാ തുടക്കത്തിൽ കൈകെട്ടി ഉടനെ ചെയ്യാറുണ്ടായിരുന്ന ദുആയിൽപ്പെട്ടതാണ് അല്ലാഹുമ്മ റബ്ബ ജബ്രായീല വമീകായീല വഇസ്റാഫീൽ ഫാത്തിറസ് സമാവാതി വൽ അർദ് عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون اهدني لما اختلف فيه من الحق بإذنك إنك تهدي من تشاء إلى صراط مستقيم. الله ജിബ്രീലിന്റെയും മീകായിലിന്റെയും ഇസ്രാഫീലിന്റെയും റബ്ബായവനെ, ആകാശഭൂമികളുടെ ഖാലിഖായവനെ, ഗൈബും ഷഹാദത്തും അറിയുന്നവനെ, നീയാണ് നിന്റെ അടിമകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിലായ വിഷയത്തിൽ തീർപ്പ് പറയുന്നവൻ. അതുകൊണ്ട് അവരൊക്കെ ഭിന്നിച്ച വിഷയത്തിൽ ഏതാണോ ഹിദായത്ത്, നിന്റെ ഇതിനു കൊണ്ട്, നിന്റെ അനുവാദം കൊണ്ട് സിറാത്തുൽ മുസ്തഖീമിൽ നീ എന്നെ ആക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ട്. യാ അല്ലാഹു യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ദുആ ചെയ്യാറുണ്ട്. അല്ലാഹു മുഅ്മിനുകളുടെ ദുആയി നമ്മോട് പറഞ്ഞു, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹു ഹിദായത്ത് കിട്ടിയതിനു ശേഷം നീ ഞങ്ങളെ ബലാലത്തിലാക്കി കളയരുതേ, ഞങ്ങളുടെ ഖൽബിനെ തെറ്റിച്ച് കളയരുതേ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇമാമുൽ അംബിയാ, അബുൽ അംബിയാ, അബുൽ മുഅ്മിനീൻ, അവിടുന്ന് ദുആ ചെയ്തു, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വജ്നുബ്നി വബനി അൻ നഅ്ബുദൽ അസ്നാം റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനൻ നാസ്. അല്ലാഹുവേ നീ എന്നെ ബിംബാരാധനയിൽ നിന്ന് കാക്കണം, എന്നെ എന്റെ മക്കളെയും. ഈ ബിംബങ്ങൾ ഒരുപാട് ആളുകളെ വഴിതെറ്റിച്ചു കളഞ്ഞു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആൻ നമ്മൾ പേടിക്കണം. ഈ ഇസ്ലാമാകുന്ന നിഅമത്തിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കണം. അത് തെറ്റിപ്പോകാതിരിക്കാനുള്ള അമൽ നമ്മൾ നടത്തണം. അതുപോലെ ദുആ ചെയ്യണം. ചിലപ്പോൾ നമ്മുടെ തെറ്റായ അമലുകൾ, ചില ഹറാമായ പ്രവർത്തനങ്ങൾ, ഹറാമായ സമ്പാദ്യം, ഹറാമായ ഭക്ഷണം, ഇതൊക്കെ ചിലപ്പോ നമ്മുടെ ഹിദായത്ത് തന്നെ ചോർത്തിക്കളയാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അതിന്റെ പേരിൽ നമ്മൾ പിന്നീട് ഈമാനിൽ നിന്ന് കുഫറിലേക്കോ സുന്നത്തിൽ നിന്ന് ബിദ്അത്തിലേക്കോ ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. നസ്അലുല്ലാഹൽ ആഫിയ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വലഹുൽ ഹിക്മത്തുൽ ബാലിഗത്തു വൽ ഹുജ്ജത്തുദ് ദാമിഗ. ഇബ്നു കസീർ പറയുന്നു, അല്ലാഹുവിന്റെ പക്കലാണ് ഏറ്റവും മുന്തിയ ഹിക്മത്തുള്ളത്, അവന്റെ പക്കലാണ് ഹുജ്ജത്തുള്ളത്. അവനത് ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഹിദായത്ത് കൊടുക്കും, അവൻ ഉദ്ദേശിക്കുന്നവർ അവൻ ബലാലത്തിലാക്കും. നോക്ക്, എത്ര എത്ര നബിമാരുടെ ഉപ്പയും ഉമ്മയും ഹിദായത്ത് കിട്ടാത്ത ആളുകൾ, കാഫിറുകളായ ആളുകൾ, അവർക്ക് ആ ഖറാബത്ത്, ഈ ലോകത്തിന്റെ നേതാക്കന്മാരോടുള്ള ഖറാബ അഥവാ കുടുംബബന്ധം പോലും പ്രയോജനപ്പെട്ടില്ലെങ്കിൽ അതിലൊക്കെ വലിയ പാഠങ്ങളാണ് നമുക്കുള്ളത്. ഇതൊന്നും
പരലോകത്ത് ഈ വക കാര്യങ്ങളൊന്നും, ദുനിയാവിലെ മേന്മകളൊന്നും രക്ഷപ്പെടുകയില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിങ്കൽ കറാമത്ത് വേണോ, അള്ളാഹുവിങ്കൽ ജന്നത്താകുന്ന ആദരവ് കൊണ്ട് അവൻ നിങ്ങളെ ആദരിക്കണോ, നമ്മെ ആദരിക്കണോ, തഖ്വയല്ലാതെ മറ്റൊരു മാർഗമില്ല. അള്ളാഹു പറയുന്നു അടുത്ത ആയത്തുകൾ, കല്ലാ ഇന്നഹ തദ്കിറ, കല്ലാ ഇന്നഹ തദ്കിറ, കല്ലാ ഇന്നഹ തദ്കിറ. ഇത് കല്ല എന്നത് പൊതുവെ ഒരു ശ്രദ്ധ ക്ഷണിക്കാനുള്ള ഒരു പ്രയോഗമാണ്. കല്ല അല്ല, ഇന്നഹ തദ്കിറ, തീർച്ചയായും ഇത് തദ്കിറത്തുൻ, ഒരു ഓർമ്മപ്പെടുത്തലാകുന്നു. ഇവിടെ ഇന്നഹ ഇത് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം ഇബ്നു കസീർ പറയുന്നു യഅനി അൽ ഖുർആൻ, ഖുർആനാണ് ഇവിടെ ഉദ്ദേശം. ഖുർആൻ എന്നത് ഒരു തദ്കിറത്താണ്, ഓർമ്മപ്പെടുത്തലാണ്. ഫമൻ ശാഅ, ആരാണോ ഉദ്ദേശിച്ചത്, ദക്കറ, അവനത് ഓർക്കും, അവനത് ഓർക്കും, അത് ദിക്ർ ചെയ്യും. ഇബ്നു കസീർ പറയുന്നു ഫമൻ ശാഅ ദക്കറല്ലാഹ ഫീ ജമീഇ ഉമൂരിഹി, ആരാണോ ഉദ്ദേശിച്ചത് അവൻ എല്ലാ വിഷയത്തിലും തന്റെ റബ്ബിനെ ഓർക്കുന്നതാണ്. അതുപോലെ അല്ലെങ്കിൽ അവൻ തന്റെ എല്ലാ വിഷയത്തിലും വഹി ഓർക്കുന്നതാണ്. വഹിയിലൂടെ ഇറങ്ങിയത് എന്താണോ ഖുർആനും ഹദീസും അതവൻ ഓർക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആളുകൾക്ക് ഹിദായത്ത് നൽകുന്നത്. പക്ഷെ ആളുകളുടെ ശ്രമം അള്ളാഹു അതിന് കാരണമാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് മശീഅത്ത് അള്ളാഹു അവനിലേക്കും നമ്മിലേക്കും ചേർത്തി പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു പറഞ്ഞില്ലേ, വമൻ ശാഅ മിൻകും ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം, നിങ്ങളിൽ ആരാണോ ആകാൻ ഉദ്ദേശിച്ചത്, കഴിഞ്ഞ സൂറത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ അവസാനത്തെ ആയത്തിൽ ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം, നിങ്ങളിൽ ആരാണോ ഇസ്തിഖാമത്തോടെ അഥവാ നേരായി നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, യഥാർത്ഥ ദീനിൽ ഉറച്ചു നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, അവന് വേണ്ടിയാണിത്, ഈ ഖുർആൻ അവന് വേണ്ടിയാണ്. അപ്പൊ മശീഅത്തിനെ അള്ളാഹു നമ്മിലേക്ക് ചേർത്തി പറഞ്ഞു. ഉടനെ അള്ളാഹു പറയുകയാണ്, വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ, എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല. ഇത് വളരെ അജബായ അത്ഭുതകരമായ ഒരു കാര്യമാണ്. ചില ആളുകൾ, പല പിഴച്ച കക്ഷികളും പിഴച്ചുപോയിട്ടുള്ളത് ഖദറിന്റെ വിഷയത്തിലാണ്. ഒരു കൂട്ടർ ഖദർ ഒന്നാകെ നിഷേധിച്ചു, അഥവാ ഖദറേ ഇല്ല എന്ന് പറഞ്ഞു. അവർ അള്ളാഹുവിന് ഒരുപാട് ശരീക്കുകളെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അവരും സ്വയം അള്ളാഹിന്റെ ശരീക്കാകുകയാണ് ചെയ്യുന്നത്. കാരണം അവൻ ചെയ്ത അമൽ, അവനാണ് അതിന്റെ സൃഷ്ടാവ്, അള്ളാഹു അല്ല അതിനെ സൃഷ്ടിച്ചത് എന്നാണ് അവന്റെ വിശ്വാസം. അതുപോലെ അവൻ ചെയ്ത അമൽ അവൻ ചെയ്തു കഴിഞ്ഞിട്ടാണ് അള്ളാഹു അറിയുന്നത് എന്നാണ് അവന്റെ വിശ്വാസം. ഇതൊക്കെ തെറ്റാണ്, ബാത്തിലാണ്. അള്ളാഹു ആണ് നമ്മുടെ അമലിനെ ഓരോന്നിനെയും പഠിച്ചത്. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, അള്ളാഹു പറഞ്ഞു അവനാണ് നിങ്ങളെ പഠിച്ചത്, നിങ്ങളുടെ അമലിനെയും പഠിച്ചത്. അതുപോലെ അള്ളാഹു അറിയുന്നു, നമ്മളെല്ലാം ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹു തീരുമാനിച്ചു, അവൻ അറിഞ്ഞു, അവൻ എഴുതി വെച്ചു, അവൻ സൃഷ്ടിച്ചു, എന്നിട്ട് മാത്രമേ ഇതൊക്കെ നടക്കുന്നുള്ളൂ. എന്നാൽ അടുത്ത കക്ഷി എന്താണ് ചെയ്തിട്ടുള്ളത്? അടുത്ത പിഴച്ച കക്ഷി ജബരിയ, അവർ മനുഷ്യന്റെ മശീഅത്തിനെ പറ്റി നിഷേധിച്ചു. മനുഷ്യൻ അങ്ങനെ ഒരു മശീഅത്തെ ഇല്ല, മനുഷ്യന് ഉദ്ദേശം തന്നെ ഇല്ല. അല്ല, മനുഷ്യന് ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിച്ചാൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത്, ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിച്ചാൽ നമ്മൾ ഇങ്ങോട്ട് ചെല്ലുന്നത്. എന്നാൽ നോക്കി, നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന ചില കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ അറിയാതെ അറിയാതെ ഒരാൾ വെള്ളം കുടിക്കും, ഭക്ഷണം കഴിക്കുകയും ചെയ്താൽ അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ഫഇന്നമാ അത്അമഹു അല്ലാഹു വസഖാഹ്, അവനെ കുടിപ്പിച്ചതും അവനെ തിന്നിച്ചതും അള്ളാഹു ആണ്, നോമ്പ് മുറിയില്ല. എന്താണ് ആ പ്രവൃത്തി അള്ളാഹിലേക്ക് ചേർത്തി പറഞ്ഞത്? കാര്യം നമ്മൾ അറിയാതെ ചെയ്താണ്. അറിയാതെ ചെയ്തത് അള്ളാഹു അവനിലേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനിലേക്ക് ചേർത്തി പറഞ്ഞു. അറിഞ്ഞു ചെയ്ത പ്രവർത്തനമോ നമ്മളിലേക്കാണ് ചേർത്തി പറയാ. പക്ഷേ ആ ചെയ്തത് അള്ളാഹു മുമ്പേ അറിഞ്ഞിട്ടുണ്ട്, അള്ളാഹു തന്നെയാണ് ആ അമലിനെ പഠിച്ചിട്ടുമുള്ളത്. ആജബായ, അത്ഭുതകരമായ, ഈമാനിന്റെ അടിത്തറയായ കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. നോക്കൂ, നിങ്ങൾ സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു ഉറങ്ങിക്കിടന്ന ഗുഹയിൽ ഉറങ്ങിക്കിടന്ന ആളുകളെ പറ്റി എന്താ പറഞ്ഞത്? എന്താണ്? നാം അവരെ വലത്തോട്ടും ഇടത്തോട്ടും തിരിച്ചിട്ടു. നാം അവരെ വലത്തോട്ടും ഇടത്തോട്ടും തിരിച്ചിട്ടു. അവരാണ് വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞെടുക്കുന്നത്. പക്ഷെ അള്ളാഹു ആ പ്രവൃത്തി അവനിലേക്ക് ചേർത്തി പറ. എന്താ കാരണം? ഉറക്കത്തിലാണത്, അവരറിയുന്നില്ല.
അജബാണ് കാര്യം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പേ തീരുമാനിച്ചതല്ലാതെ നടക്കുകയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖലഖ ഫിർഔന ഫീ ബത്നി ഉമ്മിഹി കാഫിറാ വഇന്നല്ലാഹ ഖലഖ യഹ്യ ഇബ്ന സക്കരിയ ഫീ ബത്നി ഉമ്മിഹി മുഅ്മിനാ. അള്ളാഹു ഫിറഔനിനെ അവന്റെ ഉമ്മയുടെ വയറ്റിൽ തന്നെ കാഫിറായിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അള്ളാഹു യഹ്യ ഇബ്നു സക്കരിയ അലൈഹിമസ്സലാത്തു വസ്സലാം അവിടുത്തെ അള്ളാഹു ഉമ്മയുടെ വയറ്റിൽ തന്നെ മുഅ്മിനായിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല അവനാണ് ഹിക്മത്തുള്ളത്. അതല്ലെങ്കിൽ നേരെ തിരിച്ച് ചിന്തിച്ചു നോക്ക്, നമ്മൾ ചെയ്ത പ്രവൃത്തി നമ്മൾ ചെയ്തു കഴിഞ്ഞാലാണോ അള്ളാഹു അറിയുക? ഒരിക്കലുമല്ല. പക്ഷെ അള്ളാഹു എന്താണ് നമ്മെ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് അള്ളാഹു ഉദ്ദേശിച്ചത് അതവൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വല്ലാഹു അഖ്ബറനാ മാ അറാദ മിന്നാ വലം യുഖ്ബിർനാ മാ അറാദ ബിനാ. അള്ളാഹു നമ്മെ എന്ത് ചെയ്യണം എന്നാണ് അള്ളാഹ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് നമ്മെ അവൻ അറിയിച്ചിട്ടില്ല. നമ്മൾ ഓരോരുത്തരെ വ്യക്തിപരമായി അള്ളാഹു മുഅ്മിനുകളെ സ്വർഗത്തിലാക്കും, കാഫിറുകളെ നരകത്തിലാക്കും എന്നവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓരോരുത്തർ എങ്ങനെ മരിക്കും, എന്താകും എന്ന് അള്ളാഹു പറഞ്ഞു തന്നിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എന്ത് ചെയ്യും എന്ന് നമ്മളെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അമല് ചെയ്യുക. ഏതുപോലെ അള്ളാഹു നമ്മുടെ അമല് മാത്രമല്ല മുമ്പേ തീരുമാനിച്ചത്. ചില ആളുകൾക്ക് അമലിന്റെ കാര്യത്തിൽ മാത്രമേ ഈ സംശയം വരുള്ളൂ. അത് തെറ്റാണ്. നമ്മുടെ റിസ്ക് അള്ളാഹു അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അള്ളാഹു തീരുമാനിച്ചല്ലാതെ നമ്മളൊന്നും സമ്പാദിക്കൂല, തിന്നൂല. അത് പറഞ്ഞ് നമ്മളാരും വീട്ടിലിരിക്കുന്നില്ലല്ലോ. അള്ളാഹു സമ്പാദിച്ചത്, അള്ളാഹു തീരുമാനിച്ചത് മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ ആരും സമ്പാദിക്കാതിരിക്കുകയോ അധ്വാനിക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷെ ഉറപ്പാണ് അള്ളാഹു തീരുമാനിച്ചല്ലാതെ കിട്ടൂല. എന്ത് അമല് ചെയ്താലും നീ എന്ത് അമല് ചെയ്യും, നീ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന് അള്ളാഹു മുമ്പേ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീ കുറച്ചേ ചെയ്തിട്ടുള്ളെങ്കിൽ, കുറച്ചേ റിസ്ക് കിട്ടിയിട്ടുള്ളൂ എങ്കിൽ അള്ളാഹു അങ്ങനെയാണ് രേഖപ്പെടുത്തി വെച്ചത്. അതുപോലെ തന്നെയാണ് അമലും. അള്ളാഹു എന്താണ് രേഖപ്പെടുത്തിയത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അമലൂ, നിങ്ങൾ അമല് ചെയ്യൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദറിനെ കുറിച്ച് ചോദിച്ചപ്പോ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു പറയുന്നു, ആരാണോ ഓർക്കാൻ ഉദ്ദേശിച്ചത് അവന് വേണ്ടിയുള്ള തദ്കിറത്താകുന്നു. ഇത് ഫീ സുഹുഫിൻ മുകറമ. ഈ ഖുർആൻ ആകട്ടെ ഫീ സുഹുഫിൻ, അതുള്ളത് ഫീ സുഹുഫിൻ, സഹീഫയുടെ ജംആണ് സുഹുഫ്. ചില ഏടുകളിലാണ്. എങ്ങനത്തെ ഏടുകളാണത്? മുകറമത്തുൻ, അഥവാ നല്ല കറാമത്തുള്ള, ആദരവുള്ള, ബഹുമാനിക്കപ്പെട്ട ഏടുകളിലാണുള്ളത്. മർഫൂഅത്തിൻ, ഉയർത്തപ്പെട്ട, മുകളിലുള്ള, മുതഹറത്തിൻ, പരിശുദ്ധമായ ഏടുകളിലാണ് ഇതുള്ളത്. അഥവാ ഇബ്നു കസീർ പറയുന്നു, ഐ ഹാദിഹി സൂറത്തു അവൽ ഇളതു വകിലാഹുമാ മുതലാസിമുൻ ബൽ ജമീഉൽ ഖുർആൻ. ഇതാ ഈ സൂറത്തും ഈ സൂറത്തിലെ ഉപദേശവും അല്ല, ഖുർആൻ മുഴുവനും ഇങ്ങനെയാണ്. ഏറ്റവും മുന്തിയ ഏടുകളിൽ ഉയർത്തപ്പെട്ട പരിശുദ്ധമായ ലൗഹുൽ മഹ്ഫൂദിൽ നിന്നുള്ള ഭാഗമാകുന്നു ഇത്. ഫീ സുഹുഫിൻ മുകറമ, ഫീ സുഹുഫിൻ മുകറമ മർഫൂഅത്തിൻ മുതഹറ ബിഐദി സഫറ, ബിഐദി സഫറ. അല്ലാഹു പറയുന്നു ബിഐദി, യദിന്റെ ജമഅണ് ഐദി, കൈകൾ. യദുൻ കൈ, ഐദി കൈകൾ. ചില കൈകളിലാണ് ഇതുള്ളത്. എങ്ങനത്തെ കൈയാണിത്? ബിഐദി, ആരുടെ കൈയാണിത്? സഫറ, സഫറത്തിന്റെ കൈകളാണ്. സഫറത്തിന്റെ കൈകളാണ്. സഫറ എന്ന വാക്ക് നമുക്കറിയാം. സാഫറ പറഞ്ഞാൽ യാത്ര ചെയ്തു, സഫർ യാത്ര. സഫറ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ഇമാം ബുഖാരി റഹിമഹുല്ലാ ഈ ആയത്ത് വിശദീകരിച്ച് സഹീഹിൽ പറഞ്ഞു, മലായിക. അതിന്റെ ഉദ്ദേശമാരാണ്? മലക്കുകളാണ്. അതുകൊണ്ടാണ് സഫീറുകൾ എന്ന് പറയാറുണ്ട്. സഫീർ എന്ന് പറഞ്ഞാൽ പിന്നു പറയാനുള്ളത് സഫാറത്ത്. എംബസികൾക്ക് എന്ത് പറയും? സഫാറ. അവിടുത്തെ ഉദ്യോഗസ്ഥന്, ഓരോ രാജ്യത്തിന്റെ നയതന്ത്ര ഉദ്യോഗസ്ഥന് സഫീർ എന്ന് പറയും. രണ്ടു കൂട്ടർക്കിടയിൽ സുൽഹ് ഉണ്ടാക്കുന്ന ആളാണ് സഫീർ. അള്ളാഹുവിന്റെ വഹയുമായി വന്ന് ജനങ്ങൾക്കിടയിൽ സുൽഹ് ഉണ്ടാക്കുന്നവരാണ് അള്ളാഹുവിന്റെ മലക്കുകൾ. അതുകൊണ്ടാണ് ആ മലക്കുകൾക്ക് എന്തു പറയുന്നത്? സഫറ. അതുപോലെ അവർ യാത്ര ചെയ്യുന്നു അള്ളാഹുവിൽ നിന്ന് നബിമാരിലേക്ക്. അങ്ങനെയുള്ള സഫറത്തിന്റെ കൈകളിലാണ് ഈ ഖുർആൻ അള്ളാഹു കൊടുത്തിട്ടുള്ളത്. കിറാമിൻ, ആ സഫറത്ത് എങ്ങനെയുള്ള ആളുകളാണ്? കിറാം, ബഹുമാന്യരായ ആളുകൾ. കിറാം എന്ന് പറഞ്ഞാൽ ഖുലുഖുഹും കരീമുൻ ഹസനുൻ ഷരീഫുൻ, അവരുടെ സ്വഭാവം വളരെ
ഔന്നത്യമുള്ള നല്ല സ്വഭാവമാണ്. അഖ്ലാഖുഹും വഅഫആലുഹും ബാറത്തുൻ ളാഹിറത്തുൻ കാമില. അവരെ കുറിച്ച് ബററ എന്ന് പറഞ്ഞു. അവർ ബിറിന്റെ ആളുകളാണ്, അഥവാ നന്മയുടെ ആളുകളാണ്. അവരുടെ പ്രവർത്തനങ്ങളും സ്വഭാവവും എല്ലാം പരിശുദ്ധമായ ഏറ്റവും പൂർണ്ണമായതാണ്. മലക്കുകളുടേത് ഒരിക്കലും അവർ അള്ളാഹുവിനെ ധിക്കരിക്കുകയില്ല, തോന്നിവാസം കാണിക്കുകയില്ല. ഇത് ഏതിന്റെ പ്രത്യേകതയാണ്? ഖുർആനിന്റെ പ്രത്യേകതയാണ്. ഖുർആൻ ഇത്രയും പരിശുദ്ധമായ ഏടിൽ നിന്ന് ഇത്രയും പരിശുദ്ധരായ നല്ല ബഹുമാന്യതയുള്ള നല്ല സ്വഭാവവും നല്ല പ്രവർത്തനങ്ങളും മാത്രമുള്ള ആളുകളുടെ കയ്യിലാണ് അള്ളാഹു കൊടുത്തുവിട്ടതെങ്കിൽ, ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, വമിൻഹാ ഹുന, ഇവിടെ വെച്ച് നമ്മൾ മനസ്സിലാക്കണം, യംബഗി ലിഹാമിലുൽ ഖുർആൻ, ഖുർആന്റെ ഹാമിൽ ആരാണോ ഖുർആൻ പഠിച്ചിട്ടുള്ളത്, ഖുർആൻ ഖൽബിൽ കൊണ്ടു നടക്കുന്നവൻ ആരാണോ അവന് അനിവാര്യമാണ്, നിർബന്ധമാണ്, അൻ യകൂന ഫി അഫ്ആലിഹി വഅഖ്വാലിഹി അല അസ്സദാദി വറശാദ്, അവന്റെ വാക്കിലും അവന്റെ പ്രവൃത്തിയിലുമെല്ലാം അവൻ നേരെ ചൊവ്വെ നിലകൊള്ളുന്ന സന്മാർഗത്തിൽ നിലകൊള്ളുന്നവനായിരിക്കുക എന്നത് ഖുർആന്റെ ഹാമിലായിരിക്കുന്ന ഓരോരുത്തർക്കും ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. അള്ളാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, അത് വളരെ പ്രസിദ്ധമാണ്. അല്ലദീ യഖറഉൽ ഖുർആന വഹുവ മാഹിറുൻ ബിഹി മഅസ്സഫറത്തിൽ കിറാമിൽ ബററ. ഇത് ആയത്തിൽ വന്ന കാര്യങ്ങൾ. ആരാണോ ഖുർആൻ ഓതുന്നത്, എങ്ങനെ? വഹുവ മാഹിറുൻ ബിഹി, അവൻ ആ ഖുർആനിൽ മാഹിറാൻ, മഹാറത്തുണ്ട്, അവന് ഖുർആനിൽ നല്ല കഴിവുണ്ട്, നിപുണനാണ്. ഖുർആൻ അത് ഓതേണ്ടത് എങ്ങനെയെന്നറിയാം, അതിന്റെ തഫ്സീർ അറിയാം. അങ്ങനെയുള്ളവൻ മഅസ്സഫറ, ഈ സഫറത്തിന്റെ കൂടെയാണ്. ആരാണ് സഫറ? മലക്കുകൾ, യാത്ര ചെയ്യുന്ന മലക്ക്. അൽ കിറാമിൽ ബററ, അഫ്ആലിലും അഖ്ലാഖിലും എല്ലാ കിറാമും അതുപോലെ ബിറുമുള്ള മലക്കുകളുടെ കൂടെയാണ് അവൻ. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വല്ലദീ യഖറഉൽ ഖുർആന വയതതഅതഉ ബിഹി വഹുവ അലൈഹി ശാഖുൻ ലഹു അജ്റാൻ. ആരാണ് ഖുർആൻ ഓതുന്നത്, എങ്ങനെ പ്രയാസപ്പെട്ട് തപ്പിത്തടഞ്ഞ് ബുദ്ധിമുട്ടി ഓതുന്നത്, അങ്ങനെയുള്ളവന് 2 പ്രതിഫലമുണ്ട്. ഇതിൽ അഫ്ളൽ ആദ്യം പറഞ്ഞ ആളാണ്. 2 പ്രതിഫലം ഉണ്ട് എന്ന് പറയുമ്പോൾ വിചാരിക്കരുത് മറ്റേ ആദ്യം പറഞ്ഞ ആളെക്കാളും മുൻപന്തിയിലാണെന്ന്. അല്ല, മാഹിറിനാണ് ഏറ്റവും ഉന്നതമായ പ്രതിഫലം. അവൻ മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, അതിനോളം എത്തുകയില്ല. രണ്ടാമത് പറഞ്ഞവന്റെ അജ്റാൻ, രണ്ടാമത് പറഞ്ഞവന്റെ 2 പ്രതിഫലം ഒന്നാമത് പറഞ്ഞവന്റെ ഈ ഫദ്ലിനോളം ഒരിക്കലും എത്തുകയില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്തിൽ വന്ന അതേ കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലദീ യഖറഉൽ ഖുർആന അൽ മാഹിറു ഫിൽ ഖുർആൻ മഅസ്സഫറത്തിൽ കിറാമിൽ ബററ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുതിലൽ ഇൻസാനു മാ അക്ഫറഹു من أي شيء خلقه من نطفة خلقه فقدره ثم السبيل يسره ثم أماته فأقبره ثم إذا شاء أنشره كلا لما يقضي ما أمره. قتل الإنسان, قتل എന്ന വാക്ക് ലഅനത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. ഖുതില, കൊല്ലപ്പെട്ടു, അവൻ കൊല്ലപ്പെടട്ടെ, അവൻ നശിക്കട്ടെ എന്നർത്ഥത്തിൽ ലഅനത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഖുതില, ഖാതലഹുല്ലാഹ് എന്നൊക്കെ പറയുന്ന വാക്കുകൾ. ഖുതിലൽ ഇൻസാൻ, ഖുതിലൽ ഇൻസാൻ, ഇൻസാനെ അള്ളാഹു അഥവാ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നു, ഖുതിലൽ ഇൻസാൻ, യാനി അൽ ഇൻസാൻ അൽ കാഫിർ, കാഫിറായ മനുഷ്യനാണ് ഇവിടെ ഉദ്ദേശം. ഖുതിലൽ ഇൻസാനു മാ അക്ഫറഹ. മാ അക്ഫറഹ എന്നത് പൊതുവെ അജബ് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അത്ഭുതകരമായ ഒരു കാര്യം കണ്ടാൽ, നല്ല ഭംഗിയുള്ള ഒരു കാര്യം കണ്ടാൽ പറയും മാ അജ്മല, എന്തു ഭംഗിയുള്ള കാര്യം എന്നതുപോലെ മാ അക്ഫറ, എത്ര കടുത്ത കാഫിറായിരിക്കുന്നു മനുഷ്യൻ. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, മാ അശദ്ദ കുഫറ. ഇബ്നു ജരീർ അത്ബരി
പറഞ്ഞതായി ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു. മാ അശദ്ദ കുഫ്റ എന്നാണ് മാ അക്ഫറഹു എന്ന് പറഞ്ഞാൽ എത്ര കടുത്ത കാഫിറാകുന്നു മനുഷ്യൻ. അതുപോലെ തന്നെ ഇങ്ങനെയും അതിനർത്ഥം പറയാം, മാ അക്ഫറഹു. കഫറ പറഞ്ഞാൽ ഒരാൾ കാഫിറായി, അക്ഫറ പറഞ്ഞാൽ കാഫിറാക്കി. മാ എന്താണ് അക്ഫറഹു? അവനെ കാഫിറാക്കിയത്. അവൻ കാഫിറായി പോകുവാൻ കാരണം എന്തുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ അവതരിപ്പിച്ചിട്ടും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെയുള്ള മലക്കുകൾ മുഖേന കിറാമിൻ ബററ ഫി സുഹുഫിൻ മുകറമ മർഫൂഅത്തിൻ മുതഹറ ബിഐദി സഫറ കിറാമിൻ ബററ, ഇങ്ങനെയുള്ള മലക്കുകളുടെ കൈവശം സാദിഖായ അമീനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്രയും മഹത്വമേറിയ ഖുർആൻ, കല്ലാ ഇന്നഹ തദ്കിറ, തദ്കിറത്തായ ഈ ഖുർആൻ കൊടുത്തയച്ചിട്ടും മാ അക്ഫറ, എന്തേ മനുഷ്യൻ ഇങ്ങനെ കാഫിറായി പോയി? ഇങ്ങനെ രണ്ട് തഫ്സീർ ഈ ആയത്തിന് വന്നിട്ടുണ്ട്. രണ്ടും ശരിയാണ്. മാ അക്ഫറഹു എന്ന് പറഞ്ഞാൽ അവൻ എത്ര കടുത്ത കാഫിറായിരിക്കുന്നു, അല്ലെങ്കിൽ മാ അക്ഫറഹു എന്താണ് അവനെ ഇങ്ങനെ കാഫിറാക്കി കളഞ്ഞത്. ഇങ്ങനെ രണ്ടർത്ഥത്തിൽ പറയാവുന്നതാണ്. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ. അള്ളാഹു ചോദിക്കുന്നു, കുഫർ അവന്റെ അഹങ്കാരത്തിന്റെ, മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ ഫലമാണ് കുഫർ. കുഫർ അവന്റെ കിബറിന്റെ ഫലമാണ്. പക്ഷെ കിബർ നടിക്കാൻ എന്തുണ്ട് മനുഷ്യന് ന്യായം? മിൻ അയ്യി ശൈഇൻ ഖലഖ ഖുതിലൽ ഇൻസാനു മാ അക്ഫറ. മിൻ അയ്യി ശൈഇൻ ഖലഖ. അവൻ ചിന്തിക്കണ്ടേ എന്തിൽ നിന്നാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടതെന്ന്? അവനെ നാം ഒരു നുത്ഫയിൽ നിന്ന് സൃഷ്ടിച്ചു. ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. എന്നിട്ട് അവനിതാ ഒരു വ്യക്തമായ താർക്കികനാകുന്നു, തർക്കിച്ചുകൊണ്ടിരിക്കുന്നവനാകുന്നു. മിൻ അയ്യി ഷൈഇൻ, മിൻ അയ്യി ഷൈഇൻ, ഏതൊരു വസ്തുവിൽ നിന്നാണ്. ഐ എന്നത് ചോദിക്കാനുള്ള ഒരു അദാത്താണ്, ചോദിക്കാനുള്ള ഏത് എന്ത് എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഐ ശബ്ദോടെ, ഐ മിൻ അയ്യി ഷൈഇൻ, ഏത് ഷൈഇൽ നിന്നാണ്, ഏത് വസ്തുവിൽ നിന്നാണ് ഖലഖഹു അല്ലാഹു അവനെ സൃഷ്ടിച്ചത്. മിൻ അയ്യി ഷൈഇൻ ഖലഖഹു, ഏത് വസ്തുവിൽ നിന്നാണ് ഖലഖഹു അവനെ സൃഷ്ടിച്ചത് അല്ലാഹു, അഥവാ ഇൻസാനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, സുമ്മ ബയ്യന തആല ലഹു കൈഫ ഖലഖഹു മിന ശൈഇൽ ഹഖീർ. പിന്നീട് അല്ലാഹു റബ്ബുൽ ആലമീൻ മനുഷ്യന് വിശദീകരിച്ചു കൊടുത്തു എത്ര ഹഖീറായ, ഹഖീർ എന്നാൽ വില കുറഞ്ഞ വസ്തുവിൽ നിന്നാണ് അവനെ അല്ലാഹു സൃഷ്ടിച്ചതെന്ന്. വഅന്നഹു ഖാദിറുൻ അലാ ഇആദതിഹി കമാ ബദഅ. ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൃഷ്ടിച്ചതുപോലെ അവനെ വീണ്ടും പടക്കാൻ കഴിവുള്ളവനാണ്. മിൻ അയ്യി ശൈഇൻ ഖലഖഹു, അതവൻ ചിന്തിക്കുക എന്തിൽ നിന്നാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടതെന്ന്. എന്തിൽ നിന്നാണത്? മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. മിൻ നുത്ഫ, നുത്ഫയിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനെയും, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷമുള്ള എല്ലാ മനുഷ്യരെയും, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളെ എല്ലാവരെയും അള്ളാഹു നുത്ഫയിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നുത്ഫ എന്നാൽ പുരുഷന്റെ ബീജത്തിനാണ് നുത്ഫ എന്ന് പറയും. മിൻ അയ്യി ഷൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. നുത്ഫ എന്നത് പുരുഷൻ മാത്രമല്ല, അത് സ്ത്രീക്കുമുണ്ട്, അത് സ്ത്രീക്കുമുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു അലം രണ്ടുപേർക്കും മാ ഉണ്ട്, രണ്ടുപേർക്കും ഒരു ദ്രാവകം രണ്ടുപേരിൽ നിന്ന് പുറപ്പെടും. അതിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. നുത്ഫ എന്നത് പൊതുവെ ഉപയോഗിച്ച് വരാറുള്ളത് പുരുഷന്റെ നുത്ഫക്കാണ്. നുത്ഫയിൽ നിന്നാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. നുത്ഫയിൽ നിന്നാണ് അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹു. മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹു.
ഐ ഖദ്ദറ അജലഹു വറിസ്ഖഹു വഅമലഹു വശഖിയ്യുൻ ഔ സഈദ്. അല്ലാഹു നുത്ഫയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും ഫഖദ്ദറഹു എന്നിട്ടവൻ ഖദറാക്കുകയും ചെയ്തു, കണക്കാക്കുകയും ചെയ്തു. അല്ലാഹു കണക്ക് കൂട്ടി തീരുമാനിക്കുകയും ചെയ്തു. എന്താണ് തീരുമാനിച്ചത്? എന്തൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്? അജലഹു അവന്റെ ആയുസ് പണ്ടേ തീരുമാനിക്കപ്പെട്ടതാണ്, മുമ്പേ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു സെക്കൻഡ് മുന്നിലേക്ക് നമ്മൾ പോകില്ല, ഒരു സെക്കൻഡ് പിന്നിലേക്ക് വരികയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച സമയത്ത് തീരുമാനിച്ചതുപോലെ ആളുകൾ മരിക്കും. എങ്ങനെയൊക്കെ ആളുകൾ മരിക്കും? ആളുകൾ കൊല്ലപ്പെടും, ആളുകൾ സാധാരണക്ക് മരിക്കും, ക്യാൻസർ വന്നിട്ട് മരിക്കുന്നു, ആക്സിഡന്റുകളിൽ മരിക്കുന്നു, പനി വന്ന് മരിക്കുന്നു, കുഴഞ്ഞു വീണു മരിക്കുന്നു, കിടന്നുറങ്ങുമ്പോൾ രാവിലെ എണീക്കുന്നത്, എങ്ങനെയൊക്കെ ആളുകൾ മരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത് എങ്ങനെയാണോ അങ്ങനെ മരിക്കും. മുസ്ലിമായി മരിക്കുക എന്നതാണ് കാര്യം, അതാണ് കാര്യം. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. മുസ്ലിമായി ഇസ്ലാമിലായി സുന്നത്തിലായി, ഇസ്ലാമിലായി സുന്നത്തിലായി അഥവാ അഹ്ലു സുന്നത്തിലായി മരിക്കുക, ഇതാണ് കാര്യം. അള്ളാഹു നമ്മേവരെയും അങ്ങനെ മരിക്കാനുള്ള മഹത്തായ സആദത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അജലഹു ആയുസ് തീരുമാനിച്ചിട്ടുണ്ട്, അതിലപ്പുറം കൂടൂല കുറയൂല. വറിസ്ഖഹു റിസ്ക് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്, അതിലൊന്നും കിട്ടാതെ നമ്മൾ മരിക്കുകയില്ല. അള്ളാഹു തീരുമാനിക്കാത്ത ഒന്നും കിട്ടൂല. വഅമലഹു അമൽ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്, ആ അമലല്ലാതെ നമ്മൾ ചെയ്യൂല, ആ അമലല്ലാതെ നമ്മൾ ചെയ്യുകയില്ല. അതുകൊണ്ട് ഓരോരുത്തൻ അവനെ കുറിച്ച് അല്ലാഹ് എന്താണോ രേഖപ്പെടുത്തിയത് എന്നതിലേക്ക് സൂചന കിട്ടുവാൻ സ്വന്തം അമലിലേക്ക് നോക്കട്ടെ. എങ്ങനെയായിരിക്കും തന്റെ അന്ത്യം എന്ന് ഒരാൾക്ക് സൂചന കിട്ടുവാൻ അവൻ തന്റെ അമലിലേക്ക് നോക്കിക്കൊള്ളട്ടെ. എന്താണ് എന്റെ നിങ്ങളുടെയും അമൽ? ഖൽബ് എങ്ങനെയാണ്, അമൽ എങ്ങനെയാണ്? ഖൽബിനുമുണ്ട് അമൽ, ജവാരിഹനുമുണ്ട് അമൽ, അവയവങ്ങൾക്കുണ്ട് അമൽ, ഖൽബിനുണ്ട് അമൽ. അവയവങ്ങളുടെ അമലെല്ലാം യഊദു ഇലാ ഖൽബി ഇലാ അമലിൽ ഖൽബ്, ഖൽബിന്റെ അമൽ അനുസരിച്ചിട്ടല്ലാതെ ജവാരിഹ് പ്രവർത്തിക്കുകയില്ല. അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സലഹത് സലഹ അൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദ അൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅമലഹു അമൽ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. വശഖിയ്യുൻ ഔ സഈദ്, ഷഖിയാണോ സഈദാണോ? അള്ളാഹു നമുക്ക് എഴുതി വെച്ചത് ഷഖാവത്താണോ അതല്ല സആദത്താണോ, ദൗർഭാഗ്യവാനാണോ സൗഭാഗ്യവാനാണോ എന്നതും തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? വലിയ പണക്കാരനായിരിക്കുക എന്നല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പണക്കാരനായിരുന്നില്ല, പക്ഷേ വഹുവ ഇമാമു സുഅദാ, സആദത്തുള്ള ആളുകളുടെ ഇമാമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സആദത്ത് എന്നാൽ ഇതാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഇസ്ലാമിലുള്ള സആദ. അത് ഈ ലോകത്തുമുണ്ട് പരലോകത്തുമുണ്ട്. മുസ്ലിമായ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന ഒരുവന് അള്ളാഹു പറഞ്ഞു ഫലനുഹ്യിയന്നഹു ഹയാതൻ തയ്യിബ, തയ്യിബായ ഒരു ജീവിതം നാം അവന് നൽകും. അവന്റെ ഖൽബ് തുമഅനീനത്ത് നിറഞ്ഞതായിരിക്കും, ശാന്തി നിറഞ്ഞതായിരിക്കും. കാരണം അവൻ അള്ളാഹുവിൽ, പരലോകത്തിൽ അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കുന്നവനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഖൽബിൽ ഇൽത്തിറാബ്, ഒരു അങ്കരാപ്പ്, വേവലാതി ഉണ്ടാവുകയില്ല. ഇൻ അസാബത്ഹു സറാഉ ശകർ ഫകാന ഖൈറൻ ലഹ് വഇൻ അസാബത്ഹു ളറാഉ സബർ ഫകാന ഖൈറൻ ലഹ്. ഒരു സന്തോഷം ബാധിച്ചാൽ അവൻ ശുക്ർ കാണിക്കും, അവനത് ഖൈറാവും. ഒരു പ്രയാസം അവന് ബാധിച്ചാൽ അവൻ ക്ഷമിക്കും, അവനത് ഖൈറാവും, ഈ ലോകത്തും പരലോകത്തും. സബറിന് അള്ളാഹു ഹലാവത്ത് നൽകും, അവന് ഒരു മാധുര്യം നൽകും സബറിൽ. പിന്നെ ആ പ്രയാസം നീങ്ങും. സബറിനുള്ള പ്രതിഫലം എന്താണ്? ആ പ്രയാസം നീങ്ങുകയും അതിനേക്കാളും ഖൈർ തരലുമാണ്. അള്ളാഹു മുഅ്മിനായ ഒരു മനുഷ്യൻ ഈ ലോകത്തും പരലോകത്തും സആദത്ത് നൽകും. ഇസ്ലാമിലാണ് ഈ ലോകത്തും പരലോകത്തുമുള്ള സആദത്തുള്ളത്. വേറെ ഒന്നിലും, ഇസ്ലാമല്ലാത്ത ഒന്നിലും ഈ ലോകത്തും സആദത്തില്ല, പരലോകത്തും സആദത്തില്ല. ഇന്നൽ അബ്റാറ ലഫീ നഈം വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. അവിടെ പല മുഫസ്സിറുകളും പറഞ്ഞു ഇന്നൽ അബ്റാറ ലഫീ നഈം, പുണ്യവാന്മാർ നഈമിലാണ്, സുഖത്തിലാണ് അവർ, ഫി ദുനിയ വഫിൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും. വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം, ഫുജ്ജാർ ജഹീമിലാണ്, ഫി ദുനിയ വഫിൽ ആഖിറ, ഈ ലോകത്തും പരലോകത്ത് യഥാർത്ഥ ജഹീമിലും.
അപ്പൊ ഷഖിയാണ് സഈദാണോ എന്നതും അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹു എന്ന് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു നുത്ഫയിൽ നിന്നാണ് ഇൻസാനായ നമ്മെ ഓരോരുത്തരെയും പഠിച്ചിട്ടുള്ളത്. അള്ളാഹു കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു. قتل الإنسان ما أكفره من أي شيء خلقه من نطفة خلقه فقدره ثم السبيل يسره ثم പിന്നെ السبيل എന്നാൽ طريق മാർഗം, പിന്നെ സബീല യസ്സറഹു അവന് അള്ളാഹു എളുപ്പമാക്കി കൊടുത്തിരിക്കുന്നു. അസ്സബീൽ ثم يسره السبيل അങ്ങനെ മനസ്സിലാക്കുക. അപ്പൊ പെട്ടെന്ന് അർത്ഥം മനസ്സിലാവും കുറച്ച് അറബിയുമായി ബന്ധമുള്ള ആളുകൾക്ക്. ثم പിന്നീട് യസ്സറഹു അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുത്തിരിക്കുന്നു അസ്സബീല മാർഗം. പക്ഷെ ثم السبيل يسره എന്ന് പറഞ്ഞാൽ അള്ളാഹു അതിലുദ്ദേശിച്ച പല ഹിക്മത്തുകളുമുണ്ട്. മാത്രമല്ല ഈ സൂറത്തിന്റെ അവസാനിക്കുന്ന സജ അപ്പോൾ ഒത്തുവരും. قتل الإنسان ما أكفره من أي شيء خلقه من نطفة خلقه فقدره ثم السبيل يسره എന്ന് ഇപ്പുറത്ത് പറഞ്ഞാൽ ആയത്തുകളുടെ സജ അവസാന ഭാഗം അത് ഒരുപോലെയായി വരികയും ചെയ്യുന്നു. അള്ളാഹുവിനാണ് ബാക്കി ഹിക്മത്തുകൾ അറിയുക. പിന്നെ അവന് നാം മാർഗം എളുപ്പമാക്കി കൊടുത്തിരിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ثم يسر عليه خروجه من بطن امه നമ്മെ അള്ളാഹു നുത്ഫയാക്കി അള്ളാഹുവിന്റെ ഉമ്മയുടെ റഹിമിൽ അള്ളാഹു ആക്കി. ഉമ്മയുടെ റഹിം അഥവാ ഗർഭപാത്രം. പിന്നീടോ പുറത്തേക്ക് വരാനുള്ള സമയമായപ്പോൾ അള്ളാഹു മാർഗം എളുപ്പമാക്കി കൊടുത്തു, പുറത്തേക്ക് വരാനുള്ള മാർഗം. അതുപോലെ ഈ ലോകത്ത് അള്ളാഹു നമുക്ക് 2 മാർഗങ്ങൾ ഏർപ്പെടുത്തി തന്നിരിക്കുന്നു. ഇമ്മ ശാകിറൻ വ ഇമ്മ കഫൂറ. ഒന്നിക്കിൽ നന്ദിയുള്ള അവനാകാം, അല്ലെങ്കിൽ നന്ദി കെട്ടവനാകാം. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് മനുഷ്യൻ ആകുന്നതാണ്. ഒന്നിക്കിൽ നന്ദിയുള്ളവൻ, അല്ലെങ്കിൽ നന്ദി കെട്ടവൻ. ثم السبيل يسره പിന്നെ നാം അവന് മാർഗം എളുപ്പമാക്കി കൊടുത്തിരിക്കുന്നു. ثم أماته فأقبره. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ثم أماته فأقبره. പിന്നെ അമാതഹു. മാത എന്ന് പറഞ്ഞാൽ എന്താ? മരിച്ചു. അമാത എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മരിപ്പിച്ചു എന്നാണ്. ثم أماته പിന്നെ അമാത അഥവാ അമാത അല്ലാഹു ഹു يعني الإنسان أمات الله الإنسان. അതാണ് ثم أماته എന്ന് പറഞ്ഞാൽ അള്ളാഹു മനുഷ്യനെ മരിപ്പിച്ചു, അവനെ മരിപ്പിച്ചു അഥവാ അള്ളാഹു അവനെ മരിപ്പിച്ചു. എന്നിട്ട് അക്ബറഹു എന്നാണ്. അക്ബർ എന്തായിരിക്കും? ഖബറിലാക്കിയിരിക്കുന്നു. നോക്കൂ, നമ്മൾ ചിന്തിക്കാനുള്ള പാഠം ഇതിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് കൊടുത്ത ഒരു ഇക്റാമാണ് അവനെ ഖബറിലാക്കി എന്നുള്ളത്. ഏതുപോലെ വാഹനത്തിൽ അള്ളാഹു സഞ്ചരിപ്പിച്ചത് ആരെയാണ്? മൃഗങ്ങളെയല്ല, മനുഷ്യനാണ്. അള്ളാഹു പറഞ്ഞു വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത് വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ദീലാ. മനുഷ്യന് നാം ഇക്റാം കൊടുത്തിരിക്കുന്നു. അവനെ നാം കരയിലും കടലിലും സഞ്ചരിപ്പിച്ചിരിക്കുന്നു. തയ്യിബാത്തിൽ നിന്ന് നാം അവന് ഭക്ഷണം കൊടുത്തിരിക്കുന്നു. നാം പടച്ച പലതിൽ നിന്നും നാം അവന് ശ്രേഷ്ഠത കൊടുത്തിരിക്കുന്നു. മൃഗങ്ങളെ പോലെയല്ല, മനുഷ്യൻ അള്ളാഹു സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് മനുഷ്യൻ അള്ളാഹു ഖബറടക്കി എന്നുള്ളത്. മൃഗങ്ങളുടെ ശരീരത്തിന്റെ അവസ്ഥ എന്താണ്? അത് ചത്താൽ അത് മുകളിൽ കിടന്നിട്ടാണ് ചെയ്യുന്നത്. നമ്മളാരെങ്കിലും കുഴിച്ചിട്ടാലായി. അല്ലെങ്കിലോ മൃഗങ്ങൾ മാത്രമുള്ള സ്ഥലത്താണെങ്കിൽ നോക്ക്, കാട്ടിലുള്ള മൃഗങ്ങൾ എന്താ സംഭവിക്കുന്നത്? ചത്തെടുത്ത് കിടക്കും. എന്നിട്ട് അവിടെ നിന്ന് തന്നെ ചീഞ്ഞ് നാറി അങ്ങനെ ഇല്ലാതായി പോകും. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബർ കൊണ്ട് ഇക്റാം ചെയ്തിരിക്കുന്നു, സവിശേഷമാക്കിയിരിക്കുന്നു. ثم أماته فأقبره. പിന്നെ നാം അവനെ മരിപ്പിക്കുകയും എന്നിട്ട് മൃഗങ്ങളെ പോലെയല്ല فأقبره നാം അവനെ ഖബറിലാക്കുകയും ചെയ്തിരിക്കുന്നു. അതാണ് ഫിത്രത്ത്. അതാണ് ഖബറടക്കാന്നല്ല.
അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ കിതാബ് കിട്ടിയ സമുദായങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബ് ലഭിച്ച യഹൂദി നസ്രാനികളൊക്കെ എന്താ ചെയ്യുന്നത്? ഖബറെടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ യാതൊരു കിതാബും ഇല്ലാതെ ഫിത്രത്തിൽ നിന്ന് ബഹുദൂരം പോയിട്ടുള്ള മറ്റുള്ള കുഫാർ അൽ മുശ്രികൂൻ അവരൊക്കെയാണ് അതല്ലാത്ത മോശമായ രീതികൾ അവലംബിക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബ് കിട്ടിയിട്ടുള്ള അതിന്റെ ആ കിതാബ് മുമ്പ് ലഭിച്ചിട്ടുള്ള അതിൽ പല തഹരീഫും അവർ വരുത്തിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പലതും അവരിലുണ്ടല്ലോ. ഏതുപോലെ പഴയ നബിമാരിൽ വിശ്വസിക്കുക എന്നതുപോലെ, പഴയ നബിമാരിൽ വിശ്വസിക്കുക എന്നതുപോലെ, മസ്ജിദുൽ അഖ്സ അതിന്റെ ഫദ്ൽ അംഗീകരിക്കുക എന്നതുപോലെ, ഷാം രാജ്യത്തിന്റെ ഫദ്ൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമാണ് നമ്മുടെയൊക്കെ ഉപ്പ എന്ന് അംഗീകരിക്കുക എന്നതുപോലെ, സ്വർഗത്തിൽ നരകത്തിലും വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക. ഇതിലൊക്കെ കിതാബ് നൽകപ്പെട്ട ഉമ്മത്തുകൾക്ക് പൊതുവായ അവർ യോജിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവർ തെറ്റുന്ന കാര്യങ്ങളുണ്ട്, എന്നാൽ യോജിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും യോജിച്ചത് ഏറ്റവും ശരിയായതാണ് മുസ്ലിമീങ്ങളായ നമ്മൾ വിശ്വസിക്കുന്നത്, അള്ളാഹുവിന്റെ അംബിയ പഠിപ്പിച്ചതുപോലെ. എന്നാൽ കിതാബ് ലഭിച്ച യഹൂദി നസ്രാനികൾ അതിൽ ചിലതൊക്കെ അംഗീകരിക്കുമെങ്കിലും ചിലതിൽ നിന്നവർ തെറ്റിപ്പോയിരിക്കുന്നു. അപ്പൊ അവരിലുണ്ട് ഖബറടക്കം എന്നുള്ളത്. കാരണം അവർ കിതാബിന്റെ ആളുകളാണ്, അഹ്ലുൽ കിതാബാണ്, അഹ്ലു അൽ കിതാബാണ് അവർ. സുമ്മ അമാതഹു ഫഅഖ്ബറ, അല്ലാഹു നബിമാരിലൂടെ പണ്ടുകൊണ്ടേ പഠിപ്പിച്ച പല കാര്യങ്ങളും അവരിലുള്ളത് അതുകൊണ്ടാണ്. ഇപ്പൊ ചേലാകർമ്മം പോലെ പല കാര്യങ്ങളും അവരിലുള്ളത് ഇതുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പണ്ടുള്ള നബിമാരിലൂടെ പഠിപ്പിച്ചതായതുകൊണ്ട് അതിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്താണ് നാസിഖായ ശരീഅ, ബാക്കിയൊക്കെ മൻസൂഖായി പോയിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശരീഅത്താണ് ഇനി ജീവിക്കുന്ന ഏതൊരാൾക്കും, യഹൂദിയാകട്ടെ നസ്രാനിയാകട്ടെ, അവന് ബാധ്യതയായിട്ടുള്ളത് അത് സ്വീകരിക്കാനാണ്. ثم أماته فأقبره ثم أماته فأقبره ثم إذا شاء أنشره. പിന്നെ ഇദാ ശാഅ, പിന്നെ ഇദാ ശാഅ അവൻ ഉദ്ദേശിച്ചാൽ, ഇദാ ശാഅ അവൻ ഉദ്ദേശിച്ചാൽ, അഥവാ ഇദാ ശാഅ അല്ലാഹ് അൻശറഹു. അൻശറ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ഒരുമിച്ച് കൂട്ടുക എന്നാണ്. നശറ എന്നാൽ ഇങ്ങനെ വ്യാപിച്ചു, പരന്നു, എല്ലാവരും കൂടി വന്നു, ഇതാണ് നശറ എന്ന് പറഞ്ഞാൽ. അൻശറ എന്നാൽ വ്യാപിപ്പിച്ചു. ഇവിടെ അർത്ഥം ഉയർത്തെഴുന്നേൽപ്പിച്ചു. നുഷൂർ, കദാലിക നുഷൂർ അള്ളാഹു പറഞ്ഞില്ല, അങ്ങനെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്, അഥവാ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുന്നതാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു, ഐ ബഅസഹു ബഅദ മൗതിഹി, അവന്റെ മരണത്തിന് ശേഷം, അവൻ ഖബറിലായതിനു ശേഷം, അവന്റെ മുഴുവൻ മണ്ണോട് മണ്ണ് ചേർന്ന് അവസാനം അജബുദ്ദനബ് എന്ന് പേരുള്ള നട്ടലിന്റെ അവസാന ഭാഗത്തുള്ള ഒരു ചെറിയ പൊടി, അതിൽ നിന്ന് അള്ളാഹു വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ് മനുഷ്യനെ. എന്നിട്ട് അള്ളാഹു പറയുന്നു, കല്ലാ ലമ്മാ യഖ്ദി മാ അമറ, കല്ലാ ലമ്മാ യഖ്ദി മാ അമറ. കല്ലാ എന്നത് ലാ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. കല്ലാ അല്ല, ലമ്മ, ഇവിടെ ലമ്മ എന്നാൽ ലാ എന്നർത്ഥത്തിൽ തന്നെ. ലമ്മ ഇല്ല, ലമ്മാ യഖ്ദി അവൻ പൂർത്തിയാക്കിയിട്ടില്ല. ഖദാ എന്നതിന്റെ മുദാരിയാണ് യഖ്ദി, ഖദാ പൂർത്തിയാക്കുക, ഖദാ. ലമ്മ യഖ്ദി അവൻ പൂർത്തിയാക്കിയിട്ടില്ല. മാ അമറഹു അവൻ കൽപ്പിച്ചത്, മാ അമറഹു അവൻ അവനോട് കൽപ്പിച്ചത് എന്നും അർത്ഥം വരും, അല്ലെങ്കിൽ അവൻ കൽപ്പിച്ചത് എന്താണോ അത് എന്നും അർത്ഥം വരും. അപ്പൊ നോക്ക്, കല്ലാ ലമ്മ യഖ്ദി മാ അമറ, അവനോട് കൽപ്പിച്ചത് അവൻ പൂർത്തിയാക്കിയിട്ടില്ല എന്നും അതിന് നേരെ ഭാഷാർത്ഥം പറയാം, അല്ലെങ്കിൽ ഇങ്ങനെയും ഭാഷാർത്ഥം പറയാം. അവൻ എന്താണോ കൽപ്പിച്ചത് അത് അവൻ പൂർത്തിയാക്കിയിട്ടില്ല. ഈ അവൻ എന്നത് ആ ദമീർ ആരിലേക്കാണ് മടങ്ങുന്നത് എന്നതിൽ മുഫസ്സിറുകൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അതൊന്നും പരസ്പര എതിരല്ല, മറിച്ച് എല്ലാം ശരിയാകാൻ വകുപ്പുള്ളതാണ്. അതിനാണ് ഇഖ്തിലാഫ് തനവ്വു എന്ന് പറയുക. രണ്ടും ഒന്ന് ശരിയായ മറ്റേത് തെറ്റാകണമെന്ന് നിർബന്ധമില്ല. ഇഖ്തിലാഫ് തനവ്വു എന്ന് പറയുന്നതിന് എല്ലാം ഹക്കിന്റെ പല ഇനങ്ങൾ മാത്രം. എന്നാൽ ഇഖ്തിലാഫ് തളാദ്, എതിരായ ഇഖ്തിലാഫ് എന്ന് പറഞ്ഞാൽ ഒന്ന് ശരിയായാൽ മറ്റേത് തെറ്റായേ പറ്റുള്ളൂ, രണ്ടും കൂടി ശരിയാവില്ല, അതിനൊരു വകുപ്പില്ല. അതാണ് ഇഖ്തിലാഫ് തളാദ് എന്ന് പറയുന്നത്. ഇത് ഇഖ്തിലാഫ് തനവ്വു ആണ്. കല്ലാ ലമ്മാ യഖ്ദി
മാ അമറ. അതിന്റെ ഒരു തഫ്സീർ ഇങ്ങനെയാണ്. ഇബ്നു ജരീർ അത്തബരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, കല്ല ലൈസൽ അംറു കമാ യഖൂലു ഹാദൽ ഇൻസാനുൽ കാഫിർ. ലൈസൽ അംറു കമാ യഖൂലു ഹാദൽ ഇൻസാനുൽ കാഫിർ. ഈ കാഫിറായ മനുഷ്യൻ പറയുന്നത് പോലെ അല്ല കാര്യം. എന്താണ് അവൻ പറയുന്നത്? മിൻ അന്നഹു ഖദ് അദ്ദ ഹഖ്ഖല്ലാഹി അലൈഹി. അവന് അള്ളാഹുവിനോടുള്ള ബാധ്യത അവൻ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നവൻ പറയുന്നത് ശരിയല്ല. കല്ലാ ലമ്മാ യഖ്ദി, അവൻ പൂർത്തിയാക്കിയിട്ടില്ല. മാ അമറഹു ഐ മാ അമറല്ലാഹു ഇയ്യാഹ്, അള്ളാഹു എന്താണ് ഈ ഇൻസാനോട് കൽപ്പിച്ചത് അതവൻ പൂർത്തിയാക്കിയിട്ടില്ല. ഇതാണ് ഒരു തഫ്സീർ. കല്ലാ ലമ്മാ യഖ്ദി മാ അമറ, അഥവാ ഈ കാഫിർ അവൻ അള്ളാഹുവിനോടുള്ള ബാധ്യത പൂർത്തിയാക്കിയിട്ടില്ല. ലം യുഅദ്ദി ഫി മാ ഫുരിദ അലൈഹി മിനൽ ഫറായിദി ലിറബ്ബിഹി അസ്സ വജൽ. അള്ളാഹു അവന് ഫർദാക്കിയ കാര്യങ്ങൾ സ്വന്തം നഫ്സിലും സ്വന്തം സമ്പത്തിലുമൊക്കെ അള്ളാഹു എന്താണ് അവനോട് പറഞ്ഞിട്ടുള്ളത് അതവൻ പൂർത്തിയാക്കിയിട്ടില്ല. മറ്റൊരു തഫ്സീർ, ഇതിപ്പോ കാഫിറിനോടാണെങ്കിൽ ചില സലഫുകൾ, ചില മുൻഗാമികൾ പറഞ്ഞു, ലാ യഖ്ദി അഹദുൻ അബദൻ കുല്ല മഫ്തുരിദ അലൈഹി. ഇത് കാഫിറിന് മാത്രമല്ല, ഒരു മനുഷ്യനും തനിക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യത മുഴുവനായി ഒരിക്കലും പൂർത്തിയാക്കിയിട്ടില്ല, കഴിയുകയില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. കല്ലാ ലമ്മാ യഖ്ദി മാ അമറ. ഇല്ല, അവൻ എന്താണ് അവനോട് കൽപ്പിച്ചത് അതവൻ പൂർത്തിയാക്കിയിട്ടില്ല, അഥവാ അള്ളാഹു അവനോട് കൽപ്പിച്ചത് അവൻ പൂർത്തിയാക്കിയിട്ടില്ല. കാഫിർ പൂർത്തിയാക്കിയിട്ടില്ല, സംശയമില്ല. അല്ല, ഒരു മനുഷ്യനും അള്ളാഹിനോടുള്ള ബാധ്യത, മുസ്ലിം ആകട്ടെ കാഫിർ ആകട്ടെ, പൂർണ്ണമായി നിർവഹിക്കാൻ ഒരു മനുഷ്യന് സാധിക്കുകയില്ല. എന്നാൽ ഇത് രണ്ടും ഏകദേശം ഒരുപോലത്തെ അർത്ഥം തന്നെയാണ്. എന്നാൽ മറ്റൊരു തഫ്സീർ, ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ രണ്ട് അഭിപ്രായങ്ങളും എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, വല്ലദീ ഖൗലി ഫീ മഅനാ ദാലിക വല്ലാഹു അഅലം. ഇതിന്റെ അർത്ഥമായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് വല്ലാഹു അഅലം. ഇതിന്റെ തൊട്ടുമുമ്പുള്ള ആയത്ത് എന്താണ്? ثم أماته فأقبره ثم إذا شاء أنشر. ثم പിന്നെ ഇദാ ഷാ അള്ളാഹു ഉദ്ദേശിച്ചാൽ അൻഷറഹു മനുഷ്യനവൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. കല്ല, ഇല്ല, ലമ്മാ യഖ്ദി അവൻ പൂർത്തിയാക്കിയിട്ടില്ല, മാ അമറഹു അവൻ കൽപ്പിച്ചത് എന്താണോ അത്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നത് അള്ളാഹിന്റെ കൽപ്പനയാണ്. പക്ഷെ അവൻ ഇതുവരെ അതെന്താക്കിയിട്ടില്ല, പൂർത്തിയാക്കിയിട്ടില്ല. ഇതുവരെ ആരെങ്കിലും മരിച്ചവർ അള്ളാഹ് എഴുന്നേൽപ്പിച്ചിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ ബർസഖിലെ അനുഭവങ്ങളും പറഞ്ഞിട്ട്? ഇല്ല. മറിച്ച് എന്താണ്? ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, കല്ലാ ലമ്മാ യഖ്ദി മാ അമറ, അവൻ എന്താണോ കൽപ്പിച്ചത് അതവൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഹത്താ തൻഖദി അൽ മുദ്ദ, അതിന്റെ സമയമെത്തിയാൽ അല്ലാതെ അള്ളാഹു ചെയ്യുകയില്ല. അത് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിച്ചു പോകരുത്, എന്താവോ എന്ന് സംശയിച്ചു പോകരുത്. മറിച്ച് യഖീനാണ് വേണ്ടത്. എപ്പോഴാണ് അള്ളാഹു അത് ചെയ്യുക? എപ്പോഴാണ് അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുക? ويفرغ القدر من بني آدم ممن كتب تعالى له أن سيوجد منهم ويخرج إلى الدنيا. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊക്കെ മനുഷ്യൻ ഏതൊക്കെ ഇൻസാൻ ഈ ദുനിയാവിൽ വരണം, ഇവിടെ ജനിക്കണം, എന്നിട്ട് നുത്ഫയിൽ നിന്ന് ജനിക്കണം, വളരണം, എന്നിട്ട് സുമ്മ അമാതഹു ഫഅഖ്ബറ, അള്ളാഹു അവനെ മരിപ്പിക്കണം, എന്നിട്ട് ഖബറിലാക്കണം എന്ന് അള്ളാഹു ആരെയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ അവനൊക്കെ ഭൂമിയിൽ ജനിക്കണം, എന്നിട്ട് മരിക്കണം, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ വരികയെങ്കിലും ചെയ്യണം. അവസാനത്തെ ആളുകൾ അങ്ങനെയാണല്ലോ, അവര് പിന്നെ ഉണ്ടാകും, എല്ലാവരും മരിക്കും. എല്ലാവരും ആദ്യത്തെ നഫ്ഖത്തിൽ, ആദ്യത്തെ ഊത്തിൽ എന്താവും, എല്ലാവരും മരിച്ചുവല്ലോ. അങ്ങനെ തന്നെയാണ്. അള്ളാഹു നുത്ഫയിൽ നിന്ന് വളർത്തി, സുമ്മ അവനെ വലുതാക്കി, സുമ്മ അമാതഹു ഫഅഖ്ബറ അവനെ ഖബറിലാക്കി. അങ്ങനെ ആരൊക്കെ ദുനിയാവിൽ ജനിച്ചു വളർന്ന് മരിക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ച എല്ലാവരും, അവസാനത്തെ ഇൻസാനും വന്നാലല്ലാതെ അവൻ അത് നടപ്പിലാക്കുകയില്ല. അതാണ് കല്ലാ ലമ്മാ യഖ്ദി മാ അമറ. അള്ളാഹു അവൻ കൽപ്പിച്ചത് പൂർത്തിയാക്കിയിട്ട് അവന്റെ അമ്ര തന്നെയാണ് ഖിയാമത്ത് നാൾ, അവന്റെ അമ്ര തന്നെയാണ് നുശൂർ. പക്ഷെ ഇതുവരെ അവൻ നടപ്പിലാക്കിയിട്ടില്ല. എപ്പോ നടപ്പിലാക്കും? ആരൊക്കെ ഏത് മനുഷ്യൻ ദുനിയാവിൽ വരണം എന്നുള്ള വിധിച്ചിട്ടുണ്ടോ അയാളും കൂടി വന്ന് അവസാനം ഏത് കുട്ടിയാണോ ഈ ദുനിയാവിൽ ജനിക്കുന്നത് അവനും കൂടി ജനിച്ചു മരിച്ചാലല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നടപ്പിലാക്കുകയില്ല. ഫഇദാ തനാഹ ദാലിക ഇൻദല്ലാഹ്
അള്ളാഹുവിങ്കിൽ അത് നടപ്പിലായാൽ, അള്ളാഹ് തീരുമാനിച്ചത് തീർന്നാൽ, അക്കാര്യം കൂടി കഴിഞ്ഞാൽ അൻശറല്ലാഹുൽ ഖലായിഖ്, പടപ്പുകളെല്ലാം അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും. വആദഹും കമാ ബദഅഹും, അവരെ തുടങ്ങിയത് എങ്ങനെയാണോ അതുപോലെ അള്ളാഹു അവരെ വീണ്ടും കൊണ്ടുവരും. ഇതാണ് കല്ലാ ലമ്മാ യഖ്ദി മാ അമറ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫലിയൻദുറിൽ ഇൻസാനു ഇലാ തആമിഹി, ഫലിയൻദുറിൽ ഇൻസാനു ഇലാ തആമിഹി. അതുകൊണ്ട് ഫലിയൻദുർ, മനുഷ്യൻ, ഫലിയൻദുർ നോക്കട്ടെ, അൽ ഇൻസാനു മനുഷ്യൻ, ഇലാ തആമിഹി തന്റെ ഭക്ഷണത്തിലേക്ക്. അന്നാ സബബ്നൽ മാഅ സബ്ബാ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. അള്ളാഹു ഭക്ഷണത്തെ കുറിച്ച് പറയുന്നു. ഭക്ഷണത്തിന്റെ അസിൽ എന്താണ്? ഭൂമിയിൽ നിന്ന് പൊട്ടി മുളക്കുന്നതാണ്. അതാണ് അസിൽ. അതില്ലാതെയായാൽ കാലികൾ നശിക്കും. കാലികൾ നശിച്ചാലോ പിന്നെ നമുക്ക് എന്താ ഉണ്ടാകുക? ഒന്നും ഉണ്ടാവില്ല. ഒന്നുകിൽ അത്, അല്ലെങ്കിൽ ഭൂമിയിലുള്ളത്. ഇത് രണ്ടുമാണ് നമ്മൾ കഴിക്കുന്നത്. അതിന്റെ ഒക്കെ അസിൽ എന്താ? മഴയാണ്. ഈ മഴയിൽ മനുഷ്യ തെളിവുണ്ട്. വരണ്ടുടങ്ങിയ ഭൂമി അള്ളാഹു വീണ്ടും അതിനെ ഉണ്ടെങ്കിൽ തെളിവുണ്ട്. നീ മരിച്ചു മണ്ണായാൽ, നിന്റെ എല്ലുകൾ നുരുമ്പിപ്പോയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ വീണ്ടും ജീവിപ്പിക്കുമെന്നതിന് അതിൽ തന്നെ വ്യക്തമായ തെളിവുണ്ട്. ഭൂമി, വരണ്ടുണങ്ങിയ ഭൂമി അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്താ? അൽ അർദുൽ മൈത, ചത്ത ഭൂമി എന്നാണ്. അഹ്യൈനാഹ, നാം അതിനെ വീണ്ടും ജീവിപ്പിച്ചു എന്നാണ്. അതുപോലെ മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അതുപോലെ എത്രത്തോളം അജബുദ്ദനബ് എന്ന വിത്ത്, നമ്മുടെ ഒരു നട്ടലിന്റെ അവസാന ഭാഗത്തുള്ള ഒരു പൊടി, അതിൽ നിന്ന് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മരം പൊട്ടിമുളക്കുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ജീവിപ്പിക്കുന്നതാണ്. ഫലിയൻദുറിൽ ഇൻസാനു ഇലാ തആമിഹി, സംശയമുണ്ടോ ഇൻസാൻ? അവൻ നോക്കട്ടെ, ഇലാ തആമിഹി, അവന്റെ തആമിലേക്ക്, അവന്റെ ഭക്ഷണത്തിലേക്ക്. ഫലിയൻദുറിൽ ഇൻസാനു ഇലാ തആമിഹി. ഇതിൽ രണ്ട് കാര്യമുണ്ട്. ഇബ്നു കസീർ പറയുന്നു, ഫീഹി ഇംതിനാനുൻ വഫീഹി ഇസ്തിദ്ലാലുൻ. ഇതിൽ ഇംതിനാനുണ്ട്, അഥവാ ഇംതിനാൻ എന്നാൽ അള്ളാഹുവിന്റെ മിന്ന, അവന്റെ അനുഗ്രഹത്തെ ഓർമ്മിപ്പിക്കൽ. ഇങ്ങനെയൊക്കെ തന്ന അള്ളാഹു, അവനെ നീ നിഷേധിക്കുകയാണ്, അവനോട് നീ കുഫ്ർ കാണിക്കുകയാണ്. ഇങ്ങനെ കഴിവുള്ള അള്ളാഹുവിനെ നിന്നെ ജീവിപ്പിക്കാൻ കഴിവില്ലേ? അവ ഇംതിനാനുമുണ്ട്, ഇസ്തിദ്ലാലുമുണ്ട്. അതുപോലെ മഴ കൊണ്ട് അള്ളാഹു എങ്ങനെയാണ് ഭൂമിയെ ജീവിപ്പിക്കുന്നത്, അതുപോലെ അള്ളാഹു മനുഷ്യനെ ജീവിപ്പിക്കും. ഇംതിനാൻ ഇസ്തിദ്ലാൽ, ഇത് രണ്ടും ഇതിലുണ്ട്. അള്ളാഹു പറയുന്നു, അന്ന സബബ്നൽ മാഅ സബ്ബാ, അന്ന സബബ്നൽ മാഅ സബ്ബാ. അതായത് നാം എന്ത് ചെയ്തിരിക്കുന്നു? അൻസൽനാ, അന്ന സബബ്നാ, സബബ്ന എന്ന് പറഞ്ഞാൽ അൻസൽനാ, നാം സബ്ബ എന്ന് പറഞ്ഞ കോരി ഒഴിച്ചു എന്നാണ്. സബ്ബ എന്നാൽ കോരി ഒഴിച്ചു. ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, ശിക്ഷയുടെ ചമ്മട്ടി നാം അവർക്കുമേൽ വർഷിച്ചു, കോരി ഒഴിച്ചു. അന്ന സബബ്ന, നാം വർഷിപ്പിച്ചില്ലേ, നാം വർഷിപ്പിച്ചു. അൽമാ, വെള്ളത്തെ സബ്ബ, ഒരു വർഷിപ്പിച്ചു. അഥവാ സമാഇൽ നിന്ന് അർദിലേക്ക്, മുകളിൽ നിന്ന് ഭൂമിയിലേക്ക് അള്ളാഹു അതിനെ വർഷിപ്പിച്ചു. സുമ്മ ശഖഖ്നൽ അർദ ശഖ്ഖാ. ഷഖ്ഖ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിളർത്തിനാണ്. ഷിഖാഖ് പരസ്പരമുള്ള തർക്കത്തിന് എന്ത് പറയും? ഷിഖാഖ്, ഭിന്നിപ്പ്, പിളർപ്പ്, അതിനെന്ത് പറയും? ഷിഖാഖ്. ലഫി ഷിഖാഖിൻ ബഈദ്. فإن آمنوا بمثل ما آمنتم به فقد اهتدوا وإن تولوا فإنما هم في شقاق. أن شققنا, നാം പിളർത്തിയിരിക്കുന്നു. أن صببنا الماء صبا ثم, പിന്നെ شققنا, നാം പിളർത്തി, الأرض, ഭൂമിയെ, شقا, ഒരു പിളർത്തിയിരിക്കുന്നു. അങ്ങനെ പിളർത്തിയിട്ട് അള്ളാഹു എന്ത് ചെയ്തു? മഴ വർഷിപ്പിക്കുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വെള്ളം ഭൂമി പിളർത്തി അടിയിലേക്ക് പോകുന്നു. ഭൂമിയിലൂടെ അരിച്ചരിച്ച് വെള്ളം താഴേക്ക് പോയി അള്ളാഹു അവിടെ വെള്ളത്തെ എത്തിച്ചു. എന്നിട്ട് ഭൂമിക്കടിയിലുള്ള സസ്യങ്ങളുടെ വിത്തുകളിൽ ഈ വെള്ളം കടക്കുകയും അത് മുളച്ച് മുകളിലേക്ക് വരികയും ചെയ്യും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ.
أن صببنا الماء صبا ثم شققنا الأرض شقا അങ്ങനെ അംബത്ന ഫീഹ അംബത്ന അംബത എന്നാൽ വളർത്തി നബാത്ത് ചെടികൾ അതിന് നബാത്ത് എന്ന് പറയും അംബത വളർത്തി ഫഅംബത്ന അങ്ങനെ നാം വളർത്തി ഫീഹ അഥവാ ഫിൽ അർദ് ഫഅംബത്ന ഫീഹ നാം വളർത്തി അവിടെ അഥവാ ഭൂമിയിൽ ഹബ്ബ വഇനബ വഖബ്ബ وزيتونا ونخلا وحدائق غلبا وفاكهة وأبا ഇതൊക്കെ അള്ളാഹു വളർത്തിയിരിക്കുന്നു. ഹബ്ബൻ, ഹബ്ബ് എന്നാൽ എല്ലാ ധാന്യമണിക്കും ഹബ്ബ് എന്ന് പറയും. ഏത് ഇനമാകട്ടെ, അരിയാകട്ടെ, നെല്ലാകട്ടെ, ഗോതമ്പാകട്ടെ, എന്താകട്ടെ, അതൊക്കെ ഹബ്ബ് എന്ന് പറയും. അതിന്റെ ധാന്യമണിക്ക് ഹബ്ബ് എന്ന് പറയും. ഇബ്നു കസീർ പറയുന്നു ഫൽ ഹബ്ബു കുല്ലു മാ യുദ്കറു മിനൽ ഹുബൂബ്. പറയാൻ പറ്റുന്ന ഹബ്ബ് ഏതൊക്കെ ഉണ്ട് അതൊക്കെ, ഹുബൂബ് ഏതൊക്കെ ഉണ്ട് അതൊക്കെ ഹബ്ബ് എന്ന് പറഞ്ഞതിൽപ്പെട്ടു. ഫഅംബത്നാ ഫീഹ ഹബ്ബ, നാം ഹബ്ബ് വളർത്തിയിരിക്കുന്നു. പിന്നെ അള്ളാഹു വിശിഷ്ടമായ പറയാൻ യോഗ്യതയുള്ള ചില പഴങ്ങളെ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അതിൽപ്പെട്ടതാണ് വൈനബ. ഇതാണ് ഐനബ്, എല്ലാവർക്കും അറിയുന്നതാണ് ഐനബ്. മുന്തിരിയാണ് ഐനബ്. വൈനബൻ വഖദ്ബ, ഐനബും ഖദ്ബും നാം വളർത്തി. ഖദ്ബ് എന്നാൽ ഇബ്നു കസീർ പറയുന്നു അൽ ഖദ്ബു ഹുവ അൽ ഫസ്ഫസ. ഖദ്ബിന്റെ മറ്റൊരു വാക്കാണ് അൽ ഫസ്ഫസ അല്ലതി തഅകുലുഹ അദ്ദവാബു റത്ബതൻ. പച്ചയായിരിക്കെ തന്നെ മൃഗങ്ങൾ തിന്നുന്ന ചെടിക്കാണ് എന്താ പറയാ ഖദ്ബ്. പച്ചനെ തിന്നുന്നുണ്ടാവും, ഉണങ്ങിയ തിന്നുന്നുണ്ടാവും മൃഗങ്ങൾ റത്ബായിരിക്കും അഥവാ പച്ചയായിരിക്കെ തന്നെ തിന്നുന്ന സസ്യങ്ങൾക്കൊക്കെ പൊതുവായി പറയുന്ന പേരാണ് ഖദ്ബ്. ഫഅംബത്നാ ഫീഹാ ഹബ്ബ വഇനബൻ വഖദ്ബ. ഒന്ന് നമുക്കുള്ളതും ഒന്ന് മൃഗങ്ങൾക്കുള്ളതും. ഐനബ് നമ്മൾ തിന്നുന്നതാണ്, ഖദ്ബോ അത് നമ്മുടെ കാലികൾ തിന്നുന്നതാണ്. അവർ തിന്നുന്നതുകൊണ്ടാണ് നമുക്ക് അതിനെ തിന്നാൻ സാധിക്കുന്നത്. ഈ ആവാസ വ്യവസ്ഥ അങ്ങനെ നിലനിൽക്കുക. പണ്ട് നമ്മൾ സ്കൂൾ പഠിച്ചില്ലേ, ഇതിനെ സ്കൂൾ പഠിച്ച ഉപകാരമുള്ള കാര്യങ്ങളിൽ വളരെ കുറച്ചുള്ളത് അതാണിത്. ഒന്ന് ഈ ചെടികൾ, അത് മൃഗങ്ങൾ അതിന് തിന്നും, നമ്മൾ ഇതിനെ തിന്നും. നമ്മളെ ഈ ചെതലും അതൊക്കെ തിന്നും. ഇതിങ്ങനെ സർക്കിളാണ്, ഇതിങ്ങനെ പോകുന്നത്. മനസ്സിലല്ലേ? ഐനബൻ വഖദ്ബ. ഖദ്ബ എന്നാൽ ജന്തുക്കൾ കഴിക്കുന്ന പച്ചക്ക് നിന്ന ചെടിയാണ്. വസൈതൂനൻ വനഖ്ല, വസൈതൂനൻ വനഖ്ല. പിന്നൊന്ന് ഏതാണ്? ജയ്തൂനാണ്. എല്ലാവർക്കും അറിയാം ജയ്തൂൻ എന്നത് ഒലീവിനാണ് ജയ്തൂൻ എന്ന് പറയാം. വസൈതൂനൻ വനഖ്ല. നഖൽ ഈത്തപ്പഴമാണ്, ഈന്തപ്പന വൃക്ഷമാണ് നഖൽ. സൈതൂനും വനഖ്ല, സൈതൂനും നഖ്ലും നാം ഉൽപ്പാദിപ്പിച്ചു. അതുപോലെ വഹദായിഖ ഗുൽബ. ഹദീഖത്തുൻ എന്ന വാക്കിന്റെ ജംആണ്, ബഹുവചനമാണ് ഹദായിഖ്. ഹദീഖത്ത് എന്നാൽ പൂന്തോട്ടം, തോട്ടം. അതിന് ഹദീഖ എന്ന് പറയും. തോട്ടങ്ങൾക്ക് പൊതുവെ ഹദീഖ എന്ന് പറയും. പൂവുള്ളതും പൂവല്ലാത്തതും ഉൾപ്പെടുന്ന തോട്ടത്തിന് ഹദീഖ എന്ന് പറയും. അതിന്റെ ജംആണ് ഹദായിഖ്. ഹദായിഖ ഗുൽബ. എങ്ങനെയുള്ള തോട്ടങ്ങൾ നാം ഉൽപ്പാദിപ്പിച്ചു? ഗുൽബൻ. ഗുൽബ് എന്നാൽ അതിന്റെ അർത്ഥം കുല്ലു മൽതഫ വജ്തമഅ, പരസ്പരം കൂടിക്കലർന്ന് തിങ്ങി നിറഞ്ഞ തോട്ടങ്ങളുണ്ടല്ലോ, അതിനാണ് ഗുൽബ് എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ നമുക്ക് തണൽ കൊള്ളാനും കൂടി പറ്റിയ, അതിനുള്ളിൽ ഒരാൾ കുനിഞ്ഞിരുന്നാൽ പുറത്തേക്ക് കാണാൻ പറ്റിയ രൂപത്തിൽ ഇടതൂർന്ന തോട്ടങ്ങൾ നാം ഉൽപ്പാദിപ്പിച്ചു. വഹദായിഖ ഗുൽബ. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ നിഅമത്ത് കൊണ്ട് വളർത്തി. വഫാകിഹതൻ വഅബ്ബ. വഫാകിഹതൻ വഅബ്ബ. അതുപോലെയാണ് ഫാക്കിഹ. ഫാക്കിഹത്ത് എന്നാൽ നമ്മൾ തിന്നുന്ന എല്ലാ പഴങ്ങൾക്കും ഫാക്കിഹ എന്ന് പറയും. വഫാകിഹതൻ വഅബ്ബ. അബ്ബ എന്നാൽ ഫാക്കിഹത്ത് മനുഷ്യനുള്ളതാണെങ്കിൽ അതേ സ്ഥാനമാണ് അബ്ബ് മൃഗങ്ങൾക്ക്. അൽ അബ്ബു ലിൽ ബഹായിം കൽ ഫാക്കിഹത്തി ലിബനി ആദം. മുഫസ്സിറുകൾ ഈ ആയത്തിനെ വിശദീകരിച്ച് പറഞ്ഞത് അൽ അബ്ബു ലിൽ ബഹായിം, അബ്ബ് എന്നത് ആർക്കുള്ളതാണ്? മൃഗങ്ങൾ തിന്നുന്നതാണ്. കൽ ഫാക്കിഹത്തി ലിബനി ആദം, നമ്മൾ എങ്ങനെയാണ് പഴങ്ങൾ തിന്നുന്നത്? ഫാക്കിഹ എന്നാൽ ഫ്രൂട്ട്സിനാണ് ഫാക്കിഹ എന്ന് പറയുന്നത്.
അത് നമുക്ക് എങ്ങനെയാണോ എന്നതുപോലെയാണ് അബ്. ആർക്ക്? മൃഗങ്ങൾക്ക്. മൃഗങ്ങൾ കഴിക്കുന്ന പഴം അതാണ് അബ്. നമ്മൾ കഴിക്കുന്ന പല ഇനങ്ങളിലുള്ള ഒരേ വെള്ളം നനക്കുന്ന ഒരേ മണ്ണിൽ വളരുന്ന പഴം, പക്ഷെ അതിന്റെ കനികൾ വേറെ, രുചി വേറെ, മണം വേറെ, വലിപ്പം വേറെ, നിറം വേറെ. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ അത്ഭുതമാണ്! ഒരേ മണ്ണിലാണ് ഇത് വളരുന്നത്, ഒരേ വെള്ളമാണ് അതിന്, പക്ഷേ വേറെ. അതുപോലെ തന്നെയാണ് ജന്തുക്കളുടെ ഉള്ളിലുള്ളത്. ഇത് രണ്ടും അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ഉദാഹരണങ്ങളാണ്. ഒരേ വെള്ളം കൊണ്ട് നനക്കുന്ന, ഒരേ വെള്ളം കൊണ്ടാണ് എല്ലാത്തിനും നനക്കുന്നത്, പക്ഷെ ഓരോന്നിലും വേറെ. ഇതുപോലെയാണ് മൃഗങ്ങളുടെ വയറ്റിൽ മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസാ. മിൻ ബൈനി ഫർസിൻ വദമിൻ, അതിന്റെ കാഷ്ടത്തിനും, വയറ്റിലുള്ള അതിന്റെ കാഷ്ടം ഉണ്ടല്ലോ, അതിനും രക്തത്തിനും നടുവിൽ എന്താണ് അള്ളാഹു നമുക്ക് തരുന്നത്? ലബനൻ ഖാലിസാ, ശുദ്ധമായ പാൽ. സുബ്ഹാനല്ലാഹ്, മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസാ. ഇതിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റിയ തെളിവുകളുണ്ട്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ചിന്തിക്കുക, ഖിയാമത്ത് നാൾ വരാനിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കൊണ്ടുവരിക തന്നെ ചെയ്യും, സംശയം വേണ്ട. ഫഇദാ ജാഅതിസ് സാഖ, അള്ളാഹു പറഞ്ഞു മതാഅൻ ലക്കും വലിഅൻആമിക്കും. ഇതിനുശേഷം പഴങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പറഞ്ഞു മതാഅൻ ലക്കും വലിഅൻആമിക്കും. കാരണം ഇത് രണ്ടും രണ്ട് കൂട്ടർക്കുള്ളതും അള്ളാഹു ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മതാഅൻ, ഇത് മതാഅൻ, മതാഅൻ എന്നാൽ വിഭവമാണ്, റിസ്ഖാൻ. ലക്കും നിങ്ങൾക്കും, വലി അൻആമിക്കും നിങ്ങളുടെ അൻആമിനും. അൻആം എന്നാൽ കാലികൾ, കന്നുകാലികൾക്കാണ് അൻആം. ഖുർആനിൽ സൂറത്തുണ്ടല്ലോ അൽ അൻആം. നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും തിന്നാനുള്ളതാണിത്. മതാഅൻ ലക്കും വലി അൻആമിക്കും. ഫഇദാ ജാഅതിസ് സാഖ, ഫഇദാ ജാഅത് വന്നാൽ, അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അസ്സാഖ. ഇത് ഖിയാമത്ത് നാളിന്റെ പല പേരുകളിൽപ്പെട്ട ഒരു പേരാണ് അസ്സാഖ, അത്താമ്മ, അൽഹാഖ എന്നൊക്കെ പറഞ്ഞു, അൽ ഖാരിഅ. ഇങ്ങനെ ഖിയാമത്ത് നാളിന് പല പേരുകളുണ്ട്. സ്വർഗത്തിന് പല പേരുകളുണ്ട്, നരകത്തിന് പല പേരുകളുണ്ട്. എന്നതുപോലെ ഖിയാമത്ത് നാളിന് പല പേരുകളുണ്ട്. അതിൽപ്പെട്ടതാണ് അസ്സാഖ. ഇതിന്റെ വാക്കിൽ ഇതിന്റെ അർത്ഥം എന്താണ്? ഇമാം ബഗവി റഹിമഹുല്ലാഹ് എന്ന് പറഞ്ഞാൽ സാഖ എന്ന വാക്കിന്റെ അർത്ഥം ഇമാം ബഗവി പറയുന്നു സുമ്മിയത് ബിദാലിക ലിഅന്നഹ തസുഖു അൽ അസ്മാ. സാഖ എന്നാൽ അടപ്പിച്ച് കളയുന്നത് എന്നൊക്കെയാണ് അതിനർത്ഥം. അഥവാ അത് കേൾവികളെ, കേൾവി ശക്തിയെ അത് അടച്ചു കളയും, ആ ശബ്ദം. അങ്ങനെ ഒരു ശബ്ദം അന്നുണ്ടാകും ഖിയാമത്ത് നാൾ. ഐ തുബാലിഗു ഫി ഇസ്മാഇഹ ഹത്താ തകാദ തുസിമ്മുഹാ. അത് കേട്ടവന്റെ ചെവി പൊട്ടിപ്പോകുവാൻ മാത്രം ഭീകരമായ ശബ്ദമാണ് അന്നുണ്ടാവുക. ആളുകൾ കിടുങ്ങിപ്പോകും, ആളുകൾ വിറച്ചു പോകും. പ്രസവിക്കുന്ന ഗർഭിണിയായ എല്ലാം, സ്ത്രീവർഗത്തിൽപ്പെട്ട എല്ലാം പ്രസവിച്ചു പോകും. അതുപോലെ മുലയൂട്ടുന്ന ഉമ്മ കുഞ്ഞിനെ മറന്നുപോകും. അങ്ങനെയുള്ളതാണ് അസ്സാഖ. ഇദാ ജാഅതിസ് സാഖ, അത് വന്നാൽ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീഹി. യൗമ, ആ ദിവസം, യഫിറു, ഫറ എന്നാൽ ഓടിക്കളഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. ഫിറാർ, ഓട്ടം. ഖുൽ ലൻ യൻഫഅകുമുൽ ഫിറാറു ഇൻ ഫറർതും എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. ഫിറാർ എന്നാൽ ഓടുക, ഫറ ഓടി. യൗമ യഫിറു, അന്ന് ഓടുന്നതാണ് അൽ മർഉ. മർ എന്നാൽ മനുഷ്യൻ, മർഅത്ത് സ്ത്രീ, മർ പുരുഷൻ അഥവാ ഇവിടെ മനുഷ്യൻ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, തന്റെ അഖിൽ നിന്ന്, തന്റെ സഹോദരനിൽ നിന്ന്. മർ ഒരു മനുഷ്യൻ ഓടുന്ന ദിവസം. സഹോദരൻ നിന്ന് മാത്രമല്ല, ഉമ്മിഹി അവന്റെ ഉമ്മയിൽ നിന്ന്, അബീഹി അവന്റെ ഉപ്പയിൽ നിന്ന്, സാഹിബത്തിഹി അവന്റെ കൂട്ടുകാരിയിൽ നിന്ന് അഥവാ ഭാര്യയിൽ നിന്ന്, ബനീഹി അവന്റെ മക്കളിൽ നിന്ന്. കാരണം എന്താണ്? ലികുല്ലി ഇംറിഇൻ, ഓരോ ഇമ്രഇനും ഓരോ മനുഷ്യനും അന്നുണ്ട്. മിൻഹും അവരിൽപ്പെട്ട, ഈ പറയപ്പെട്ട ബന്ധുക്കളിൽപ്പെട്ട ഓരോരുത്തർക്കും അന്നുണ്ട്. യൗമഇദിൻ അന്നേ ദിവസം ശഅ്നുൻ കാര്യം. എങ്ങനത്തെ കാര്യമാണ്? യുഗ്നീഹി, അതവനെ മതിയാക്കി കളഞ്ഞിട്ടുണ്ട്, വേറെ ഒന്നും നോക്കാനില്ല. അവന് മതിയായത്
അവനുണ്ട്. മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ അവന് സാധിക്കുകയില്ല. ആയത്തിന്റെ തഫ്സീറിൽ പല മുഫസ്സിറുകളും ഇക്രിമ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ചില അസറുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ അവിടുന്ന് പറയുന്നത് അല്ലാഹു അലം, ഇതാരെ കുറിച്ചാണ്? ഏറ്റവും നല്ല സഹോദരനെ കുറിച്ച്, ഏറ്റവും നല്ല ഉപ്പ, ഏറ്റവും നല്ല ഉമ്മ, ഏറ്റവും നല്ല മക്കൾ, ദുനിയാവിൽ ഏറ്റവും നല്ല ഉപ്പയും ഉമ്മയും ആയിരുന്ന ആളുകൾ, അവരാണ് ഖിയാമത്ത് നാളിൽ അത് പറഞ്ഞിട്ട് നിന്റെ വല്ല അമലും എനിക്ക് തരൂ എന്ന് ചോദിച്ചതെന്ന് സങ്കല്പിക്കുക. എങ്കിൽ പോലും കൊടുക്കുകയില്ല. കാരണം മകൻ, ഉപ്പ, ഉമ്മ, മകൾ ഇവരൊക്കെ തിരിച്ചിട്ട് പരസ്പരം ഇത് ചോദിച്ചാൽ പറയും, ഇന്ന് നിനക്ക് എങ്ങനെ ഇതാവശ്യമുണ്ടോ, അമലിന് ആവശ്യമുണ്ടോ, അതുപോലെ ഞാനും ഇന്ന് അതിനാവശ്യക്കാരനാണ്. അതുപോലെ പല മുഫസ്സിറുകളും ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് ഈ ആയത്തുകളുടെ തഫ്സീറിൽ കൊണ്ടുവന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഹ്ശറു الناس يوم القيامة حفاة عراة غرلا. ജനങ്ങളെല്ലാം ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും ചെരുപ്പില്ലാതെ, വസ്ത്രമില്ലാതെ, ചേലാകർമ്മം ചെയ്യപ്പെടാത്ത നിലയിൽ. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാണ്, നബിയെ, അന്നാസു അർരിജാലു വന്നിസാ യൻദുറൂന ബഅദുഹും ഇലാ ബഅദ്, മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂലേ? വേണ്ട, ഈ ഷഅ്ന് തന്നെ മതി നമുക്ക് വസ്ത്രമായിട്ട്. ഈ ഷഅ്നു യുഗ്നി, അത് തന്നെ ഔറത്ത് മറക്കാൻ ധാരാളമാണ്. കാരണം ആളുകൾ അത് നോക്കുകയില്ല. അതിന്റെ ഭീകരതയാണ്. ആളുകൾ ദുനിയാവിൽ ആളുകളുടെ ശ്രദ്ധ, ആളുകളുടെ കണ്ണുകൾ, ആളുകളുടെ ശ്രദ്ധ, ആളുകൾ പരിഗണിക്കുന്ന കാര്യം എന്തൊക്കെയാണ്, അതൊന്നും അവിടെ പരിഗണനയില്ല എന്നതിൽ നമുക്ക് മനസ്സിലാവും. നമ്മളിവിടെ പരിഗണിക്കുന്ന കാര്യമെല്ലാം അവിടെ ഒന്നുമല്ലാതായി. ഓരോരുത്തരും അവനെ രക്ഷപ്പെടുത്താൻ അവന്റെ അമലല്ലാതെ ഉണ്ടാവുകയില്ല. അവനെ രക്ഷപ്പെടുത്താൻ അവന്റെ അമൽ മാത്രം. അതുകൊണ്ട് ഫത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തെ നിങ്ങൾ കാത്തുകൊള്ളുക, സൂക്ഷിച്ചു കൊള്ളുക. വലൗ ബിശിഖ്ഖി തംറത്തിൻ, ഒരു കാരക്കയുടെ കഷ്ണം കൊണ്ടെങ്കിൽ, പകുതി കാരക്കയുടെ പകുതി. ഔ ബികലിമത്തിൻ തയ്യിബ, അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് കൊണ്ടെങ്കിലും. അഫഖനല്ലാഹു വഇയ്യാകും. അല്ലാഹു പറയുന്നു, വുജൂഹു യൗമഇദിൻ മുസ്ഫിറ ضاحكة مستبشرة ووجوه يومئذ عليها غبرة ترهقها قترة أولئك هم الكفرة الفجرة. അന്ന് ചില മുഖങ്ങൾ ഖുർആനിൽ അല്ലാഹു പല സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതുപോലെ യൗമ തബിയദ്ദു വുജൂഹ് തസ്വദ്ദു വുജൂഹ്, ചില മുഖങ്ങൾ അന്ന് വെളുക്കും, ചില മുഖങ്ങൾ അന്ന് കറുക്കും. ആരുടെ മുഖങ്ങളാണ് വെളുക്കുന്നത്? ഇവിടെ പറഞ്ഞത് വുജൂഹുൻ, ചില മുഖങ്ങൾ, വജ്ഹ് എന്നാൽ മുഖം, വുജൂഹ് മുഖങ്ങൾ. യൗമ ഇതിൻ, അന്നേ ദിവസം, മുസ്ഫിറ, മുസ്ഫിറ എന്ന് പറഞ്ഞാൽ മുസ്തനീറ, നൂറുള്ളതായിരിക്കും, പ്രകാശിക്കുന്നതായിരിക്കും. അന്ന് ചില മുഖങ്ങൾ പ്രകാശിക്കും. ദാഹികത്തുൻ, ചിരിക്കും. മുസ്തബ്ശിറ, സന്തോഷിക്കും. കാരണം അവരുടെ കൽബിലുള്ളതാണ് പുറത്തേക്ക് വരുന്നത്. ഉള്ളിലുള്ള സന്തോഷമാണ് അവർ ചിരിച്ച് പ്രകാശിക്കുന്ന മുഖവുമായി അവർ പ്രകടിപ്പിക്കുന്നത്. അവരാണ് സൗഭാഗ്യവാന്മാരായ ആളുകൾ. ദാഹികത്തുൻ, ചിരിക്കും. മുസ്തബ്ശിറ, ബിഷാറത്തുള്ള, സന്തോഷമുള്ള ആളുകളായിരിക്കും അവർ, സന്തോഷമുള്ള മുഖങ്ങളായിരിക്കും. വവുജൂഹുൻ, ചില മുഖങ്ങൾ, യൗമഇദിൻ, അന്നേ ദിവസം, അലൈഹ, അവകൾക്ക് മുകളിലുണ്ട്, ആ മുഖങ്ങൾക്ക് മുകളിലുണ്ട്, ഗബറത്തുൻ, ഗബറത്ത, ഗുബാർ എന്താണ്? പൊടിയാണ്. പൊടി പുരണ്ട മുഖങ്ങൾ, കരുവാളിച്ച മുഖങ്ങൾ. തർഹഖുഹ, അർഹഖ എന്നാൽ അതിനെ ബാധിച്ചിരിക്കുന്നു, ക്ഷീണിപ്പിച്ചിരിക്കുന്നു. ഖതറത്തുൻ, ഖതറത്തുൻ എന്നാൽ സവാദുൻ എന്നാണ് അർത്ഥം, അഥവാ കറുപ്പ്. അവരെ കറുപ്പിച്ചിരിക്കുന്നു മുഖം. ഖിയാമത്ത് നാളിൽ ഫാജിറുകളും കാഫിറുകളും വിരൂപികളായിരിക്കും. ഈ ദുനിയാവിൽ അവരെത്ര സുന്ദരനാണെങ്കിലും ശരി, ഈ ദുനിയാവിലെ സൗന്ദര്യം ദീനുമായി യാതൊരു ബന്ധമല്ല, ദീനുമായി അതിന് യാതൊരു ബന്ധവുമില്ല. സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസ് റളിയല്ലാഹു അൻഹു, സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗക്കാരനാണ് എന്ന് പറഞ്ഞ സഹാബി, അവിടുന്ന് അദ്ദേഹത്തിന്റെ രൂപം മോശമായിരുന്നു. എത്രത്തോളം അദ്ദേഹത്തിന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്നി ലാ അശ്കി ലി സാബിത്തിൻ, ഞാൻ സാബിത്തിനെ കുറിച്ച്, സാബിത്തിന്റെ ദീനോ ഖുലുഖോ, സ്വഭാവമോ ദീനോ ഒന്നും എനിക്ക് പരാതി പറയാനില്ല. പക്ഷെ വലാകിന്നി അഖാഫുൽ കുഫ്റ ഫിൽ ഇസ്ലാം, എനിക്ക് നന്ദി കേട് ഞാൻ കാണിച്ചു പോകുമോ എന്ന് എനിക്ക് ഭയമാകുന്നു. കാരണം അവിടുത്തെ രൂപം മോശമായിരുന്നു. അതുകൊണ്ട് ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്ന് ബന്ധം ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞു. സ്ത്രീകൾ ബന്ധം, ഭർത്താവുമായിട്ടുള്ള ബന്ധം ചില കാരണങ്ങൾ വന്നാൽ ഒഴിവാക്കാം അവർക്ക്. അതാണ് ഖുൽ എന്ന് പറയുക. ഇതവർ സ്വന്തമായിട്ട് ചെയ്യുന്നതല്ല, ഒരു ഖാദിയാണ് ചെയ്തു കൊടുക്കേണ്ടത്. അപ്പൊ ഭർത്താവിന് അവരെന്തെങ്കിലും തിരിച്ച് കൊടുക്കേണ്ടതുണ്ട്.
ഒന്നുകിൽ അവർ തന്ന മഹർ, ഭർത്താവ് കൊടുത്ത മഹർ, അല്ലെങ്കിൽ എന്തെങ്കിലും സമ്പത്ത്, ഇനി അതല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ ചെലവ് വേണ്ട എന്ന് പറഞ്ഞിട്ടെങ്കിലും എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം. ഖുർആനിൽ അള്ളാഹു പറഞ്ഞതാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നീ സാബിത്ത് നിനക്ക് ഒരു തോട്ടം മഹറായി തന്നിട്ടുണ്ടല്ലോ, അത് തിരിച്ചു കൊടുക്കുമോ? അപ്പൊ ആന്ന് പറഞ്ഞു. അപ്പൊ സാബിത്തിനോട് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് വാങ്ങിയിട്ട് ഒഴിവാക്കി കൊടുത്തേക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടുന്ന് അവിടുത്തെ രൂപം, അവിടുത്തെ ശരീരം മോശമായത് കൊണ്ട്, കാണാൻ ഭംഗിയില്ലാത്തത് കൊണ്ടാണ് ആ സ്ത്രീ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടത്. അള്ളാഹുവിന്റെ റസൂൽ അത് ഒഴിവാക്കി കൊടുത്തു. നോക്കൂ നിങ്ങൾ, പക്ഷേ അദ്ദേഹത്തിന്റെ ശരീരം ദമീമാണ്, ഭംഗിയില്ലാത്തതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കൽബ് അത് താഹിറാണ്, അങ്ങേറ്റം പരിശുദ്ധമായ കൽബാണ്. അതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന, ഖതീബ് റസൂലില്ലാഹ്, സല്ലല്ലാഹു അലൈഹി വസല്ലം ഖതീബ്, ഉച്ചത്തിൽ സംസാരിക്കാൻ അറിയുന്ന. നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, ഈ മുസൈലിമത്തുൽ കദ്ദാബിന് മറുപടി കൊടുക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പേടിച്ചിട്ട് ശബ്ദം ഉയർന്നു വിചാരിച്ച് വീട്ടിലിരുന്ന സഹാബിയാണ് സാബിത്ത് ബിൻ ഖൈസ് ബിൻ ഷമ്മാസ് റളിയല്ലാഹു അൻഹു. അപ്പൊ എന്നതുപോലെ ദുനിയാവിൽ ആളുകളുടെ രൂപം അത് എന്തായാലും ആളുകളുടെ ഖൽബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവിടെയാണ് ആ ഹദീസ്, അല്ലാഹു ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും. അല്ലാഹു ശരീരത്തിലേക്കല്ല നോക്കുന്നത്, അല്ലാഹു ഖൽബിലേക്കും അമലിലേക്കുമാണ് നോക്കുന്നത്. ഖിയാമത്ത് നാളിലാകട്ടെ ഇവർ പൊടി പുരണ്ടിരിക്കും, കറുപ്പ് ബാധിച്ചിരിക്കും. ഉലൈകഹും, അവർ തന്നെയാകുന്നു അൽ കഫറത്തുൽ ഫജറ. കാഫിർ എന്നതിന്റെ ജംആണ് കഫറ. കുഫാർ, കാഫിറൂൻ എന്നൊക്കെ ജംഉണ്ട്. അതുപോലെ കഫറതു എന്നും അതിന് ജംഉണ്ട്, ബഹുവചനാണ്. അതുപോലെ അൽ ഫജറ, ഫാജിറിന്റെ ജംആണ്, ബഹുവചനമാണ് ഫജറ. അഥവാ അൽ കഫറതു ഫീ ഖുലൂബിഹിം വൽ ഫജറതു ഫീ അഅമാലിഹിം. അവരുടെ ഖൽബ് കാഫിറാണ്, അതുപോലെ അവരുടെ അമൽ ഫാജിറാണ്, വൃത്തികേടുകളാണ്. ഏതുപോലെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തതുപോലെ, അള്ളാഹു ഇവരെ മുഴുവൻ നീ നശിപ്പിക്കണമേ. എന്താ കാരണം? വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ. ഇവരുടെ കുട്ടികൾ വരെ ഇനി എന്തായിരിക്കും? ഫാജിറുകളും കാഫിറുകളായിരിക്കും. ഇവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇവരെ നശിപ്പിക്കണമെന്ന് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തതുപോലെ. വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദ് وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.